ഇന്ന്, അതായത് 14/5/2001 തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ഞാൻ ഛത്രപുര പോലീസ് സ്റ്റേഷനിലുള്ളപ്പോൾ ഗാന്ധിനഗറിനടുത്തുള്ള മുൾച്ചെടികൾക്ക് നടുവിൽ ഒരു സ്ത്രീയുടെ ശവശരീരമുണ്ടെന്ന് അറിഞ്ഞ് കോൺസ്റ്റബിൾ വാസുവും ഞാനും ഈ സ്പോട്ടിലേക്ക് എത്തി. മരിച്ചുപോയത് ശകുന്തള എന്ന് പറഞ്ഞ സ്ത്രീയാണ്. വൈഫ് ഓഫ് ശ്രീരാമുലു, വയസ്സ് 20, താമസിക്കുന്നത് ഗാന്ധിനഗർ ബസ് സ്റ്റാൻഡിന് പിന്നിൽ. ഇന്നലെ രാത്രി സുമാർ ഒരു 10 മണിക്ക് ശകുന്തള എന്ന പേരുള്ള ഈ സ്ത്രീ ഏതോ അത്യാവശ്യ ജോലിക്ക് വേണ്ടി ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നു എന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അടുത്തേക്ക് വന്ന് കുത്തിക്കളയും ഞാൻ, കുത്തിക്കൊന്നാളെ ഞാൻ. അടുത്തേക്ക് വരരുത്, കുത്തിക്കൊന്നുകളെ ഞാൻ പറഞ്ഞേക്കാം. വേട്ടക്കാരനെ കാണുമ്പോൾ പതുങ്ങുന്ന മുയൽക്കുഞ്ഞിനെയല്ല എനിക്ക് ആവശ്യം, തിരിച്ചാക്രമിക്കുന്ന ചീറ്റ പുലിയേയ. അതിനെനിക്കിപ്പോ എന്റെ കയ്യിൽ കിട്ടി. ഈ സ്ഥലത്തേക്ക് അവർ ഒറ്റയ്ക്കെത്തിയതുകൊണ്ട് ആ സമയം പ്രയോജനപ്പെടുത്തി പാവപ്പെട്ട സ്ത്രീയായ ഈ ശകുന്തളയുടെ മരണത്തിന് കാരണം ഏതോ ഒരു വന്യമൃഗമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സാർ ഇത് ക്ലിയർ ആയിട്ട് റേപ്പ് ആൻഡ് മർഡർ കേസ് അല്ലേ സാർ? വായടച്ചു വെക്കടോ, ഞാൻ പറയുന്ന എഴുത്. എടോ, ആരാ സ്ത്രീയുടെ ഭർത്താവ്? രാമു, സാറ് വിളിക്കുന്നു, വന്ന് തൊലക്കണം. ഈ സ്നേഹമൊക്കെ ഭാര്യയെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോ ഓർക്കണമായിരുന്നു. ഇതെല്ലാം സത്യമാണെന്നേ ഒരു ഒപ്പിട്ടതാ. ഇതൊക്കെ വളരെ കഷ്ടമാണ് സാറേ.
എവിടെയാ പോണ? പോയിട്ട് വന്ന് പറയാം. എന്റെ പേര് സുജാത. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഇത്രയും കാലം ഞാനൊരു AC റൂമിലിരുന്ന് എന്റെ ടീമിന്റെ കൂടെ ഒരുപാട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോണ പ്രോജക്റ്റ് പുതിയതാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രോജക്റ്റ്. ഒരുത്തിനെ കൊല്ലണം, ക്രൂരമായി കൊല്ലണം. അതാണ് എന്റെ പുതിയ പ്രോജക്റ്റ്. ഇതെന്റെ പേഴ്സണൽ വെഞ്ചൻസ് അല്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമാണ്. സിസ്റ്റമിൽ വൈറസ് കയറിയാൽ ഉടനെ ക്ലീൻ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ശരി. അവനെ കൊല്ലാനുള്ള ശക്തി എനിക്കില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ എൻ്റെ അകത്ത് കത്തിപ്പോകുന്ന ദേഷ്യം എനിക്കതിനുള്ള ശക്തി തരും. അതിനാദ്യം എൻ്റെ വേഷം മാറ്റണം. ഞാൻ ജയിക്കണമെങ്കിൽ ആദ്യം അവനെ പറ്റിക്കണം. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്ന് അവൻ തിരിച്ചറിയുന്ന മുമ്പ് അവൻ എൻ്റെ കാൽ കീഴ് വരണം. ഈ പരിശ്രമത്തിൽ എൻ്റെ ജീവൻ പോയാലും ഐ ഡോണ്ട് കെയർ. എങ്ങോട്ടാ പോകുന്നത്? ഗാന്ധിനഗറിലേക്ക്. ഞാനും അവിടെയാ താമസിക്കുന്നത്. നിന്നെ ഞാൻ അവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ ഇവിടുത്തെ കാര്യമല്ല, ഒരുപാട് കാലം കഴിഞ്ഞിട്ട് എങ്ങോട്ട് വരുന്നത്. ഓട്ടോ ഗാന്ധിനഗർ വരുമോ ചേട്ടാ? കേറിയാട്ടെ. എന്നാ ശരി, പോയിക്കോ. ചേച്ചി അങ്ങോട്ടല്ലേ പോന്നെ? കയറിക്കോ. ഞാനോ? വേണ്ട, സാരം. അത് സാരമില്ല, കയറിക്കോ ചേച്ചി. ശരി ചേച്ചി, ഞാൻ പോട്ടെ. നമ്മുടെ ഏരിയയില് കോട്ടിന്നൊരു രാക്ഷസനുണ്ട്. മനുഷ്യരൂപത്തിലുള്ള അസുരനാ. കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ നശിപ്പിക്കാതെ വിടില്ല അവൻ. അവിടെ ആരും അത് എതിർത്തില്ലേ? എതിർക്കുന്നവരെയൊക്കെ അവൻ കൊന്നുകളയും. പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ അവന് സപ്പോർട്ടാ. എന്താ ഇവിടെ നിർത്തിയ? അകത്ത് പോവില്ലേ? അകത്തോട്ടൊന്നും വരാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ ഇറങ്ങിക്കോ. പറഞ്ഞില്ലേ, അതാ നമ്മുടെ കോളനി. ദാ പിടിക്ക. അതിങ്ങിതാ, വാ. ഇന്ന് ഹോളി ആഘോഷമായതുകൊണ്ട് കോളനി ആകെ ആഘോഷത്തിലായിരിക്കും. ഇങ്ങനെ ആളുകളുടെ മേത്തൊക്കെ വെള്ളം ഒഴിക്കാൻ നിനക്ക് നാണാവുന്നില്ലേ? നീ അവിടെ തന്നെ നിക്കേ, അവിടെ തന്നെ നിക്കടി. നീ കോടിയുടെ മരുമോനെ നീ ചീത്ത വിളിക്കോ? ഇപ്പൊ നോക്കിക്കോടി. വീഡിയോ എടുക്കടാ. ഇപ്പൊ എന്ത് ചെയ്യൂടി? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു നോക്ക്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് നോക്കണ്ട. ആ കാണുന്നതാ ആ രാക്ഷസന്റെ ഗുഹ. നീ വരുന്നുണ്ടോ? അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞില്ലേ? അവനെങ്ങാനും കണ്ടാലുണ്ടല്ലോ നിന്റെ കഥ തീരും. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ചു ദൂരം പോയാ മതി, നിന്റെ വീടെത്തും. ഞാനും നിന്നോടൊപ്പം വന്നേനെ. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. വീട്ടിൽ പോയിട്ട് വേണം കുഞ്ഞിന് പാല് കൊടുക്കാൻ. സാരല്ല ചേച്ചി, ഞാൻ പോയിക്കോളാം. ഇതാ വാങ്ങിച്ചു തരൂ. സൂക്ഷിച്ചു പോണേ. പോയിട്ട് വരാം ചേച്ചി. ദേ ഒന്ന് നിന്നേ. എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് നിന്റെ ജോലിയൊക്കെ തീർത്തിട്ട് ഇവിടുന്ന് പൊയ്ക്കോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ സ്ഥലം അത്ര ശരിയല്ല. ശരി ചേച്ചി.
നിങ്ങൾ പോയി പിടിക്കടാ. ശരി. ഛീ, നിന്റെ പ്രായം എന്താന്ന് ആദ്യം മനസ്സിലാക്ക്. ആരോട് എന്ത് പണിയാ കാണിക്കുന്നത്? നിന്റെ പ്രായം എന്താ, എന്റെ പ്രായം എന്താ? കാമത്തിന് വയസ്സ് മുഖ്യമല്ല, ആരുടെ അടുത്ത് സുഖം കൂടുതൽ കിട്ടുന്നോ അവിടേക്ക് പൊയ്ക്കോണം. ഛീ, അപ്പൊ നിന്റെ പെങ്ങടെ കൂടെ പോയി കിടക്ക്. അവക്കും എന്റെ പ്രായം തന്നെയാ. ഓ, ഈ പ്രായത്തിലെ ഇത്ര അടിപൊളിയാണല്ലോ. ഏയ് എടി പെണ്ണെ, എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഇതിന്റെ താക്കോലില്ല ആന്റി. വീടിന്റെ താക്കോൽ ഓണറിന്റെ കയ്യിലല്ലേ ഉണ്ടാവുക? ഞാനാ ഈ വീടിന്റെ ഓണർ. നീയോ? ഇത് നരസിംഹ സാറിന്റെ വീടല്ലേ? അദ്ദേഹം എന്റെ അപ്പൂപ്പനാ. ഓ, നരസിംഹ സാറിന്റെ പേരക്കുട്ടിയാണോ നീ? അങ്ങനെ പറ. നിന്റെ അപ്പൂപ്പൻ എപ്പോഴും നിന്നെ കുറിച്ചുള്ള വിഷമമാ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ ഇടയിലാ മരിച്ചുപോയത് ആന്റി. അയ്യോ, ഇപ്പൊ നീ ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ? എന്താടാ അങ്ങനെ നോക്കുന്നേ? നരസിംഹ സാർ വേറെ വല്ല ആളുവാണോ? നമ്മുടെ ബന്ധുവല്ലേ? ഇങ്ങനെ മെഴുങ്ങസിയാന്ന് നോക്കി നിൽക്കാതെ വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുവന്നിട്ട് ആ പൂട്ട് തുറക്കാനുള്ള വഴി നോക്ക്. ഇവിടെ പൂട്ട് തുറന്നോണ്ടിരുന്നാലേ ഓഫീസിൽ പോകാൻ താമസിക്കും. പിന്നെ മാനേജർ എനിക്ക് പൂട്ടിട്ട് ഞാൻ പോവാ. വേറെ പണിയില്ല. എന്റെ ദൈവമേ, ഒരു കുഞ്ഞു വേണമെന്നും പറഞ്ഞ് ചുറ്റാത്ത അമ്പലമില്ല, ഒരു കുരങ്ങനാ വന്ന് ജനിച്ചത്. നീ നിക്കുമോളെ, ഞാൻ പോയി വല്ലതും കൊണ്ടുവരാം. ആ ഇഡ്ലി 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 ആ നല്ല ചൂടുള്ള ഇഡ്ലിയാണ് കേട്ടോ. ആ ഇഡ്ലി ഇഡ്ലി എല്ലാവരും വന്ന് വാങ്ങിക്കോളൂ. ഇഡ്ലി 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 വേണോ? ഇഡ്ലി ചൂടുള്ള ഇഡ്ലി. ആ വരും അമ്മേ, വാങ്ങിക്കോളൂ. ആ 20 രൂപയ്ക്ക് തരൂ ചേട്ടാ. അങ്ങനെ തന്നെ. ചട്നിയും വേണം. അതിനെന്താ തരാലോ. ഇതേ സാമ്പാറും ഉണ്ട്, വാങ്ങിക്കോളൂ. ആ ആ എന്താ മതിയോ? മതി ചേട്ടാ. ആ നിക്ക് നല്ല വറുത്തരച്ച ചട്നി ഉണ്ട്, ഇത് ഒഴിച്ചോളൂ. ആ നിങ്ങൾക്ക് എന്താ വേണ്ടത്? 10 രൂപയ്ക്ക് താ ചേട്ടാ. ആ 10 രൂപയ്ക്കോ? ശരി താ. ആ ഇതാ 5 രൂപയ്ക്ക്. ആ അപ്പൊ 10 രൂപയായി. എന്നാ ചട്നി ഒഴിച്ചോളൂ. ആ ആ എന്താ മതിയോ? മതി ചേട്ടാ. ആ നിക്ക് എന്നാ സാമ്പാറ്. ആ പിടിച്ചോളൂ. വീട്ടുകാരോട് അന്വേഷണം പറയൂ. ആ ഇഡ്ലി 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 നല്ല ചൂടുള്ള ഇഡ്ലി. സുഖമാണോ ദാസാ? ആ നിന്റെ ഇഡ്ലി വളരെ നൈസാ. അത് തിന്നാ എനിക്ക് വരുന്നതോ ഗ്യാസാ. എന്റെ ആരോഗ്യം നഷ്ടമായാൽ നിനക്ക് നഷ്ടമാണ് ദാസ്. പക്ഷെ ഇന്ന് നിനക്കൊരു നല്ല ലോസ്. കാരണം എന്റെ കയ്യിലില്ല കാശ്. എനിക്ക് തരാമോ ഇഡ്ലി ഒരു പീസ്? തന്നാൽ നിനക്ക് കിട്ടും സ്വർഗത്തിൽ പ്ലേസ്. കാരണം നിന്റെ മനസ്സൊരു ഐസ്. നിന്റെ ആശ എന്തായാലും നന്നായിട്ടുണ്ടടാ. ഇഡ്ലി വേണമെങ്കിൽ നീ കാശെടുക്ക, അല്ലെങ്കിൽ കേക്ക് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ചീത്ത. എന്താ അവന്റെ ഒരു ആശ? എടാ സത്യമാഷിന്റെ പടം ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. നീ എനിക്ക് തരില്ലല്ലേ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ നീ. പോടാ. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യലോ. അല്ല എന്താ ഭക്ഷണം കഴിച്ചോ? ഇല്ലങ്ങൊന്നേ. എന്നാ പ്ലേറ്റ് എടുത്തോളൂ, എടുത്തോളൂ. ആ ആ നിക്ക്, 2 എണ്ണം കൂടി വെക്കാം. ആ ചട്നി ഒഴിച്ചോളൂ. ആ നിക്ക് സാമ്പാറും ഉണ്ട്, ഇതാ ഒഴിക്കാം. അടിപൊളിയായിട്ടുണ്ടാവും. എടോ, ഇയാൾക്ക് ഗ്യാസ് ഒന്നും വരുത്തില്ലേ? നാളെ നീയോ ഞാനോ മരിച്ചാല് ശ്മശാനത്തില് വിറകടുക്കി വെക്കാൻ ഇവനെ ഉണ്ടാവുള്ളൂ. അല്ല പിന്നെ ഇങ്ങനെ പോയ അടുത്തത് നീ തന്നെ കേട്ടോ. മാനസമൈനേ വരൂ മധുരം. ബുദ്ധിയില്ലേ? നമ്മുടെ ഏരിയയിൽ ഇത്രയും സുന്ദരിയായ പെണ്ണ് എന്താ സ്ട്രക്ചർ? ഏതാടാ ഇവള്? ആരാന്നറിയത്തില്ല, ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ? കൊണ്ടുപോടാ അവളെ. ഈ കാലം അത്രയും ഇങ്ങനൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അവളെ കൊണ്ടുവരുന്നവരെ മറ്റൊരു പെണ്ണിനെ ഞാൻ തൊടില്ല. ഇത് സത്യം. അവളിവിടെ എത്തുന്നവരെയും ഒരു തുള്ളി വെള്ളം പോലും ഒരാളും കുടിക്കാൻ പാടില്ല. എന്തിനാടോ ക്യാമറ എല്ലാം എടുത്തത്? അയാൾക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത് പോലെയാണോ ആ പെണ്ണുണ്ടായിരുന്നത്? ഇത് കുറച്ച് കൂടുതലല്ലേ? നീ എന്ത് വേണേ കാണിക്കേ. കോൾഗേറ്റ് ആഡ് പോലെ ഇളിച്ച് കാണിക്കാതെ പോയി ജോലി നോക്കടാ. ഈ പെണ്ണെ കണ്ടിട്ടുണ്ടോ? ഇല്ല ചേട്ടാ. ഈ പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല ചേട്ടാ. കാണുവാണെങ്കിൽ വിളിച്ച് പറയണട്ടോ. ആ ശരിയാ. ഇടാ ഒപ്പിടാൻ. ഇട്ടോളാം സാറേ. ഡേയ് അടി വരാൻ. പറഞ്ഞത് ഇവള് തന്നെയല്ലേ?
ഇത് അവളല്ല, ഇതൊക്കെ വേസ്റ്റ്. കൊണ്ടുപോ. എന്താ സ്വാമി, നിങ്ങൾക്ക് ഏത് പെണ്ണിനെ കണ്ടാലും ആ പെണ്ണിനെ പോലെയാണോ തോന്നുന്നത്? പോടാ. അതല്ല സ്വാമി, ഞാൻ എന്തിനാ പറയുന്നെന്ന് വെച്ചാൽ സ്വാമി ഏത് നേരം ആ പെണ്ണിനെ ഓർത്തിരിക്കുന്നതുകൊണ്ടാ. ഈ പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പെണ്ണ് ഈ പെണ്ണല്ലേ? ഇപ്പഴാ ഇങ്ങോട്ട് പോയത്? നല്ലോണം നോക്കിയിട്ട് പറ. എന്താ ചേട്ടാ ഇത്? എന്റെ കയ്യിൽ നിന്ന് ഇഡ്ഡലി വാങ്ങി കഴിച്ചവരെ ഞാൻ മറന്നേക്കാം, പക്ഷെ വാങ്ങാത്തവരെ ഞാൻ മറക്കില്ല. ഇപ്പഴാ ഈ കുട്ടി ഇങ്ങോട്ട് പോയേ. വേഗം പോവൂ. പോയിക്കോളൂ. മോളെ ഇങ്ങോട്ട് വരൂ. നിന്നെ തന്നെ ഇങ്ങോട്ട് വരൂ. അവരെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ പണി തീർന്നേനെ. നിന്നെ ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരുടെ വീട്ടിലേക്ക് വന്നതാ? പുതിയതായിട്ട് വന്ന ആളാ. എന്താ മോളെ, ഇത്രയും വലിയ സിറ്റിയിൽ നിനക്ക് താമസിക്കാൻ വീടൊന്നും കിട്ടിയില്ലേ? ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ആ സ്ഥലം എങ്ങനെയാണ്, അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കാറില്ലേ? കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ കുട്ടിയാ നീ. എന്തിനാ ഈ സ്ഥലത്തേക്ക് വന്ന്? ഇവിടെ ഉള്ളവരൊന്നും മനുഷ്യന്മാരല്ല മോളെ, മനുഷ്യരെ തിന്നുന്ന മൃഗങ്ങളാ. നിന്നെ പോലുള്ള ചെറിയ കുട്ടികളെ കണ്ട തീർച്ചയായും അവർ വിടില്ല. അത്രയ്ക്ക് മോശപ്പെട്ടവരാ. ഇവിടെ നിന്നും വേഗം പോ മോളെ. എന്റെ മോളെ പോലെയുണ്ട്, അതുകൊണ്ടാ പറയുന്നേ. അതെന്താ അങ്കിൾ, ഈ കോളനിയിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ടല്ലോ. ആരും ജീവിക്കുന്നില്ലേ എന്നോ? എല്ലാവരും മരിച്ച് ജീവിച്ചോണ്ടിരിക്കുക. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നീ വേഗം ഇവിടുന്ന് പോയിക്കോളൂ. പോ. എന്തിനാ അങ്കിൾ, എന്തിനാ സ്വയം പേടിച്ച് എന്നെയും പേടിപ്പിക്കുന്ന? ഇവിടെ ഇത്ര പേരില്ലേ, എല്ലാവർക്കും കൂടി ഒരുത്തിനെ എതിർക്കാൻ പറ്റില്ലേ? എതിർക്കാൻ പോയാൽ അവർ കൊന്ന് റെയിൽ പാളത്തിലേക്ക് ഇടും മോളെ. ആ കോട്ടിയുണ്ടല്ലോ, അവൻ സാധാരണക്കാരനല്ല. അവന്റെ ശരീരത്തിൽ ഓടുന്നത് രക്തമല്ല മോളെ, കൊടും വിഷമാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും വൃത്തികെട്ട സ്വഭാവം ഉണ്ടാവും. പക്ഷെ ലോകത്തുള്ള എല്ലാ വൃത്തികെട്ട സ്വഭാവവും അവന്റെ കയ്യിലുണ്ട്. ഇത് ശരിയടർന്ന കലിയുഗം, ഇത് പടവിടർന്ന പോർമുഖം, ഇത് ചതി പടർന്ന മനോഗത ജീവിതമൊരാശ്രയം. ക്ഷുദ്രമാനവന്റെ മുന്നിൽ വീണുടയും മനോബലം, കരിനിറഞ്ഞ കണ്ണിലില്ല നാളം, നേരിനാധാരം. ഇത് ശരിയടർന്ന കലിയുഗം, ഇത് പടവിടർന്ന പോർമുഖം. മാനവകുലരക്ഷയരുളു മുക്രചടുല ഭാവം, മാനത്തിന് പോരാടും അബല മനസ്സിൽ തീനാളം. ഭയമില്ലാതെ മണ്ണിൽ പ്രകമ്പനം നീ കൊള്ളൂ. ഭുവനേശ്വരി ശിവശങ്കരി രുധിരക്കനലാടാമോ? കലിയുഗ വരദേ അമ്മേ ചടുല നടനമൊന്നാടൂ. അവൻ എത്രത്തോളം മോശക്കാരനാണെന്ന് വെച്ചാൽ, ഒരു 12 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു മോളെ. അന്നു തന്നെ ഞാൻ തീരുമാനിച്ചതാ, എന്റെ കുട്ടി ഇവിടെ ജീവിക്കാൻ പാടില്ലെന്ന്. എത്രത്തോളം ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, പക്ഷെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ നിർത്തി അവളെ പഠിപ്പിക്കുന്നത്. അവള് നല്ല പഠിക്കാൻ വേണ്ടിയൊന്നല്ല മോളെ. ഇവിടെ വെച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ ആർക്കെന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കണം. മോളെ, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നിന്റെ മേലൊരു കണ്ണുണ്ട് അവർക്ക്. അവർ നിന്നെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇവിടുന്ന് പോകുന്നതായിരിക്കും മോളെ നല്ലത്. വേഗം എങ്ങോട്ടെങ്കിലും പോ. പോയേക്കാം അങ്കിൾ, എന്റെ പണി കഴിഞ്ഞ് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. എന്നാൽ അതുവരെ എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടുന്ന് പോവില്ല. എന്താ മോളെ, എന്തു പറ്റി? സ്റ്റവ് എവിടെയാന്ന് അന്വേഷിക്കായിരുന്നു.
അപ്പൊ ഇതൊക്കെ താഴെ വീണോ ആന്റി? അത് കുറെ നാളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ. എന്റെ അടുത്തൊരു സ്റ്റൗ ഉണ്ട്, അത് തരാം. എന്താ മോളെ, എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ടെന്ന് പറയുന്നേ? നമ്മളൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ. അതൊക്കെ പോട്ടെ, നിന്നെ വീട്ടിലെല്ലാരും എന്താ വിളിക്കുക? ആന്റി. പഴയ പേരാണല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കടാ. നല്ല പേരാ മോളെ, ഞാനും ഇനി അങ്ങനെ വിളിക്കൂ. ഞാൻ പോയി സ്റ്റൗ എടുത്തോണ്ട് വരാം. എന്താ മോളെ, പിന്നെ എന്താ താഴെ ഇട്ടത്? ഞാനല്ല ആന്റി, ആ, ഈ മുറിയുന്ന ശബ്ദം വന്ന്. ഇവിടെ ആരും ഇല്ലല്ലോ. ആരാകത്തിരിക്കുന്നേ? അകത്താരാന്നാ ചോദിച്ച്? ദേ, അകത്താരാന്നു പറഞ്ഞേ. ഇവിടെയൊക്കെ പട്ട പകലിൽ കവർച്ച നടക്കുന്നതാ. ആരാടാ അവിടെ അകത്ത്? പുറത്തിറങ്ങി വേടാ. കള്ളന്മാരായിരുന്നെങ്കിൽ പൂട്ട് പൊട്ടിക്കില്ലായിരുന്നോ? ആ, ദേ നോക്ക്, മര്യാദക്ക് നീ പുറത്ത് വരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണോ? ഇവന്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. എടാ, ആരാ നീ? എങ്ങനെയാ പൂട്ടിയ വീട്ടിന്റെ അകത്ത് കയറിയ? പൂട്ടിയ വീട്ടിനകത്തല്ല, എന്നെ വീടിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ട് പോയിരിക്കോ എന്റെ ഭർത്താവ്. എന്തിനാ? അയാളൊരു സംശയപ്രാണി ആയതുകൊണ്ടായിരിക്കും. അയ്യോ, അതൊന്നുമല്ല കാരണം. ഏതൊരു കോടിന്ന് പറയുന്നവനെ പേടിച്ചിട്ടാ. സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടാല് അവൻ പൊക്കിക്കൊണ്ട് പോകുന്നു. ഞാനും കാണാൻ ഭംഗിയുള്ളൊരുത്തിയാണല്ലോ. നിന്റെ ഭർത്താവ് ബുദ്ധിയുള്ളവൻ തന്നെ. 4 മാസമായി ഈ വീട്ടിൽ വന്നിട്ട്. പൂട്ടി വെച്ചത് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ശരി, നീ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. അത് പിന്നെ നിങ്ങളെ കാണാൻ എന്നേലും സൗന്ദര്യം ഉണ്ടല്ലോ, എന്നിട്ട് എങ്ങനെ പേടിക്കാതെ പുറത്തിറങ്ങി നടക്കുന്നേ? എന്താ എന്തു പറ്റി ചേട്ടാ? നമസ്കാരം. താഴെ പോലീസുകാർ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ആഹാ. പോകുമ്പോ സൂക്ഷിച്ചു പോടാ. എന്ത് ചെക്കിങ്ങോ? അല്ല, ചേട്ടന്റെ അടുത്ത് എത്രയാ വാങ്ങിയത്? 500. അതെയോ? രാത്രി കിട്ടിയത് മൊത്തം പോയി. ചേട്ടായി, അവൻ നമുക്കൊന്നും എഴുതില്ല. ഞാൻ നോക്കിക്കോളാം, ചേട്ടൻ പൊയ്ക്കോ. ശരി, ശരി, ഞാൻ നോക്കിക്കോ. നോക്കിക്കോളാം, ചേച്ചി, എനിക്ക് അയാളെ അറിയാം. ചേച്ചി, എടാ എന്തോന്നാടാ, അവരിറങ്ങി പോയല്ലോ. എടാ കാതറെ, മേഡം മേഡം, ചേച്ചി, വാ ചേച്ചി, പോവാം. എത്ര നേരം വെയിറ്റ് ചെയ്യാനാ? വാ ചേച്ചി. ഇങ്ങനെ ധൃതി വെച്ച എങ്ങനെയാ മേഡം? വരണം മേഡം. മനസ്സിലെ വെയിലിൽ ഹിമമെന്ന പോൽ മിഴികളിൽ പിടയുമീ നിമിഷങ്ങളെ. മതിമറന്നു പോയ മൗനശലഭമൊരുമ്മ തന്ന പോലെ ഞാൻ എന്നെയും മറന്നു പോയെന്നോ. മനസ്സിലെ വെയിലിൽ ഹിമമെന്ന പോൽ ചേട്ടാ, എടാ, എനിക്ക് ആ പെണ്ണിന്റെ പേരെന്താന്ന് അറിയണോടാ? 100 രൂപ തന്നെ. പതി പതി പടർന്നൊരു ചേച്ചി, ചേച്ചി, donation തന്നേ ചേച്ചി. അഴകായൊരു കുനുമുല്ലത്തെ കൊടി പൂക്കുമ്പോൾ മനമൊന്ന് തുടിക്കുന്നു. നിഴലിൻ കയ്യിൽ വരയായി വരയായി നിലവിൻ ഉദയം വീഴുമ്പോൾ നീ എൻ പേരിൻ സ്വരമെഴുതുമ്പോൾ ഞാൻ എന്നിൽ ലയിക്കുന്നു. നിന്നു പൊള്ളുമെൻ ഉള്ളിലുള്ളൊരേ പ്രാണനീ പതിഞ്ഞ മോഹമേ ദൂരെ മായാതെയോ പൂമൈനേ. എന്താ വേണ്ട? ഹ, എന്തിനാ എന്റെ പുറകെ വരുന്ന? ഞാൻ എന്റെ പേഴ്സിൽ എപ്പോഴും കത്തിയും കൊണ്ടാ നടക്കുന്ന, അറിയോ? ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ കണ്ട പുറകെ നടക്കുമല്ലേ? നീയാണോ ആ റേപ്പിസ്റ്റ് കോട്ടി? എന്റെ വീടറിയോ?
അതൊക്കെ അറിയായിരിക്കും. കേറ്, എന്നിട്ട് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിട്. അല്ല മാഡം, എന്റെ മോൻ കണ്ട റേപ്പ് ചെയ്യുന്നതിനെ പോലെ ഉണ്ടോ? അപ്പൊ പിന്നെ റേപ്പിസ്റ്റിന്റെ മുഖം എങ്ങനെ ഉണ്ടാവും? അതാ കോടിയുടെ മോന്ത പോലെ ഉണ്ടാവും. ആ കോട്ടി എനിക്കൊന്ന് കാണിക്കാമോ? ശരി, കാണിച്ചു തരാം. അതാ അവനാ കോട്ടി. അവനൊരു രാക്ഷസനാണ്. ഇവന്റെ പേര് മുരുകൻ. കോടിയുടെ ആത്മാവ് ഇവൻ. കോടി എന്തെങ്കിലും കഴിച്ചാ ഇവന് വിശപ്പടങ്ങും. കോടി ഒരു പെണ്ണിനെ റേപ്പ് ചെയ്താ ഇവനാണ് സുഖം കിട്ടുന്നത്. ദാ അവനാ രംഗ, കോടിയുടെ അമ്മാവനവൻ. ഇവനും അവനെ പോലെ തന്നെയാ. പെമ്പിള്ളേരെ എവിടെ കണ്ടാലും പൊക്കിക്കൊണ്ട് വന്ന് അനന്തരവന് ഉടൻ തന്നെ കാഴ്ചവെക്കും. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോയേക്കാം. ഒരുപാട് സമയം നിന്നാ പിന്നെ തീർച്ചയായിട്ടും ഇവര് നമ്മൾ സംശയിക്കും. ഓർമ്മകളൊന്നു വളഞ്ഞു കരൽക്കര കണ്ണു നിറഞ്ഞു കവിഞ്ഞു പടർത്തിയ ചിട്ടോളം ഇടനെഞ്ചോരം ഒരു വേദനയാകുമ്പോ വിങ്ങി വിതുമ്പി സങ്കട നദിയുടെ അക്കരെ അക്കരെ മായ ബീജികൾ പോലെന്നും ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്വന്തനമാകാമോ? നീലമേഘമാ നിന്നിലൂടെ ഞാൻ നീന്തി വന്നു മെല്ലെ മേഘരാഗം പോലെ പാടാം പ്രിയസ്വരം. കൊണ്ടുപോടാ. നല്ല ചെറുക്കാസ്വാമി, വിഷമിക്കണ്ട. അടിപൊളി സാധനമാ. വയറ് നിറച്ച് കഴിച്ചോ. ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കേ. ആ പെണ്ണില്ലേ കൊച്ചു കുട്ടിയാ, ആരും തൊട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ സത്യമെന്ന്. ഞാൻ കള്ളമല്ല പറയുന്നത്. അവളുടെ കൂടെ കൂടുമ്പോ സ്വാമിക്കത് മനസ്സിലാവുന്നേ. പിന്നെ ചെറിയ കുട്ടിയാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. എവിടെയാടാ അവള്? എവിടെയാന്ന്? സ്വാമി, അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ എന്താ ആളെ കളിയാക്ക? അയ്യോ ഇല്ല സ്വാമി, ഞാനാണ് അവളെ ഇവിടെ കെട്ടിയിട്ടത്. അപ്പോഴത്തേക്ക് അവളിത് എവിടെ പോയി? ചെറിയ പെണ്ണ, തൊട്ട ചോറ് തെറിക്കും. എനിക്ക് അവളെ വേണം. എവിടെയാടാ പെണ്ണ്? അന്വേഷിക്കടാ. അവൾ എവിടെ പോയാലും അവള് വെറുതെ വിടരുത്. വേഗം വെള്ളോടാ. ചേച്ചി, ചേട്ടാ ചായ. എന്താ ചേട്ടാ, കയ്യിലെന്തോ ടാറ്റു ഇട്ടതുപോലെ ഉണ്ടല്ലോ. ടാറ്റു ഇട്ടിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. എവിടെ കാണിച്ചേ? ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലേ. യെസ്. അതാരുടെ പേരാ? സുജാത. എന്താ? സുരേഖ, സുഷ്മിത, സുശീല എല്ലാം എസ്സിലല്ലേ തുടങ്ങുന്നത്? നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ?
യെസ് എന്ന് വെച്ചാ സൂര്യൻ അർത്ഥം. അതെ, ഇന്നലെ ആ പേരിട്ടത് മറന്നു പോകാതിരിക്കാൻ ടാറ്റു ഇട്ട് വെച്ചിരിക്കുക. ശരിയല്ലേ? മര്യാദക്ക് ഇപ്പൊ തന്നെ ലവ് പറഞ്ഞേക്കേ. മര്യാദക്കൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എപ്പ പറയണേ എങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല. ഇനി ഒരു 10 വർഷം ആയാലും താൻ പറയേയില്ല. ചേട്ടാ, ആ എംബോക്കി വരുന്നുണ്ട്. അവനെ ഇന്ന് ഞാൻ വിടാൻ പോകുന്നില്ല. ചേട്ടാ, എന്നെ വിടാൻ. പറയുന്ന കേക്ക്. അവനെ ഞാൻ ഇവിടെ ഒന്ന് മിണ്ടാ നിൽക്ക. എന്നെ ഇവിടെ വിടാനാ അവന് പ്രശ്നം പറഞ്ഞത്. വേണ്ട. ഞാൻ പറഞ്ഞു കേക്കടാ. ഒന്ന് മിണ്ടാ നിൽക്കണം. അവനെ ഞാനിന്ന് കൊല്ലും. അവനെ വേണ്ട. വെറുതെ വിടരുത്. പറയുന്ന കേക്ക്. എന്നെ വിടാൻ. ഇടാ നീ ആരാന്നറിഞ്ഞ കുട്ടിയെന്ന് പോലും നോക്കാൻ തന്നെ അവൻ തീർച്ചയായിട്ടും കൊല്ലും. അവൻ എങ്ങും പോവുകയല്ല. ദേഷ്യം തീർന്ന ഉടനെ നേരെ എന്റെ അടുത്തേക്ക് തന്നെ വരും. അവന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ അച്ഛനും അമ്മയും ആ കോട്ടി കൊന്നു കളഞ്ഞത്. അതുകൊണ്ട് അവന് കോടിയോട് ഇത്രമാത്രം ദേഷ്യം. എന്തിനാ സ്വാമി നിർത്തിയത്? ആ പെണ്ണല്ല അങ്ങോട്ട് ഏത് പോയത്. പെണ്ണാ സ്വാമി? എടാ നമ്മൾ ആരെയും അന്വേഷിച്ച് നടക്കുന്ന അവള്. ആണോ? വാ. വേഗം വാടാ. എവിടെ സ്വാമി? ഇങ്ങോട്ട് അവിടേക്ക് പോയിരിക്കാ. വാ മാമ, നിങ്ങൾ അവിടെ നോക്ക്. ആ ശരി. നിങ്ങൾ പോയി ഇവിടെ നോക്ക്. ചേട്ടനെന്ത് പറ്റി? ഇവന്റെ കാര്യം പിന്നീട് നോക്കാം. ആദ്യം ആ പെണ്ണെവിടെയാ നോക്ക്. പോടാ. വാടാ. എന്റെ അച്ഛനെയും അമ്മയും എന്റെ കൺമുന്നിൽ വെച്ച് എന്നെ അവര് കൊന്നു. കൊച്ചുകുട്ടിയാന്ന് പോലും നോക്കാതെ എന്നെ അവൻ നശിപ്പിച്ചു. അവനെ കൊല്ലുന്നവരെ എനിക്ക് മനഃശാന്തി കിട്ടില്ല. സാറ് വിളിക്കുന്നത് കേട്ടില്ലേ? എങ്ക ചത്തതുകൊണ്ട് നമ്മളെ മെനക്കെടുത്തുക. അതെ സർ. ഏട്ടോ, നില്ല പോ. സാറ് വിളിക്കുന്നു. വാ. ഈ അസമയത്ത് എവിടുന്ന് വരിക? സിനിമയ്ക്ക് പോയിട്ട് വരാണ് സർ. എന്തെന്നാ? സിനിമയ്ക്കാണ് സർ ടിക്കറ്റ്. ആ പെണ്ണേതാ? പരിചയമുള്ള കുട്ടിയാണ് സർ. ഇനി വന്നേ. നിന്റെ പേരെന്താ? സുജാത. എന്താ? സുജാത. കാണിച്ചേ. പോ.
ഏരിയയിൽ കടന്നു വന്നിട്ട് അങ്ങനെയാരും ജീവനോട് തിരിച്ചു പോണ്ട. നിന്നെ കാണാനാ ഞാൻ വരുന്നത്. നീ ആരാണെന്ന് പറയാ. എന്താ സൂരി? നീ ആരാണെന്ന് പറയാ. കോടിയെ കൊല്ലാൻ നീ എന്തിനാ ട്രൈ ചെയ്ത? നീ കണ്ടോ? ആരും കണ്ടു കാണില്ല എന്നാ ഞാൻ വിചാരിച്ച. കോട്ടിയെ കൊല്ലണോന്ന് എന്തിനാ എല്ലാവരും വിചാരിക്കുന്നത്? അവൻ കാരണം അവർക്കോ അവരുടെ കുടുംബക്കാരോ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. പ്രശ്നം ഉണ്ടായത് നിനക്കാണോ നിന്റെ കൂട്ടുകാരിക്കോ? എന്റെ കുടുംബം മുഴുവൻ അവൻ കാരണം ബലിയായി. ആ സംഭവം കഴിഞ്ഞ് കുറച്ചു കാലം ഊണ് ഉറക്കമില്ലാതെ ഞാൻ കഴിഞ്ഞു. ഈ നിമിഷം പോലും അവനെ എങ്ങനെയാ കൊല്ലേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അവനെ കൊല്ലാനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അവനെ കൊല്ലാനായിട്ട് പോയിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? സാരമില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിഷമിക്കാൻ ആരുമില്ല. ഞാനുണ്ടല്ലോ. ആ കാര്യം നിനക്കും അറിയാം. ഞാൻ തന്നെ ലവ് ചെയ്യുന്ന കാര്യം നിനക്കറിയില്ലേ? അറിയില്ല. പിന്നെ നീ എന്തിനു വേണ്ടി എന്നോട് ഇത്രയും ക്ലോസ് ആയത്? കോട്ടിയെ ക്ലോസ് ചെയ്യാൻ വേണ്ടി. നീ സത്യം പറ സുജാതെ, എന്നെ നീ ഇതുവരെ പ്രേമിച്ചിട്ടേ ഇല്ലേ? കോട്ടിയെ കൊല്ലണം, അതല്ലാതെ എനിക്ക് വേറെ ഒരു ചിന്തയുമില്ല. സുജാതെ, എന്നെ നിനക്ക് ഒരുപാട് ഇഷ്ടമാ. അല്ലെങ്കിൽ നീ ഈ കാര്യം എന്നോട് പറയില്ലായിരുന്നു. ഈ കാര്യം ഞാൻ കോടിയോട് പറയില്ലെന്ന് നീ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസമാണ് പ്രേമം. മോളെ ആശേ, സുഖമാണോ? ഞാൻ എന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആണ് അച്ഛാ. ആണോ? എന്തായാലും അച്ഛന് വളരെ സന്തോഷമായി. നിനക്ക് എന്താ വേണ്ടെന്ന് പറ. മുരുക, സ്വാമി കൊണ്ട് നായക്ക് കൊടുക്ക. വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയോ കൊതിച്ചു പോയി. നായിന്റെ അടുത്തുള്ള നന്ദി പോലും മനുഷ്യന്റെ അടുത്ത് ഇല്ലടാ. ഇതിനൊക്കെ എന്ത് പറയാണ്? മാറി നിക്കടാ. എന്നാ ഞാൻ അമ്മേ, അമ്മേ, എന്തു പറ്റി? എന്താടാ? നിങ്ങൾ വേഗം എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ. കാര്യം എന്താന്ന് പറഞ്ഞു തൊലക്കടാ. നമുക്ക് ഇവിടുന്ന് പോവാം അമ്മേ. നീ കാര്യം എന്താന്ന് പറയാതെ എങ്ങനെയാ? ഞാൻ എന്ത് പറയാനാ? അമ്മ തന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്ക്. ഇവനൊരു ശല്യമായി. വാ. എന്തു പറ്റി? ലക്ഷ്മി, സുജാത വന്നിരിക്കുന്നു, നോക്ക്. രാത്രി വരാൻ പറഞ്ഞിട്ട് വന്നില്ലല്ലോ. രാത്രി വേണമെങ്കിൽ നിനക്ക് നിന്റെ അമ്മയോടൊപ്പം കിടന്നാ പോരായിരുന്നോ? നിനക്ക് അത്ര കേൾക്കാറോ? വേണ്ട ലക്ഷ്മി, അവളൊന്നും ചെയ്യരുത് ചേട്ടാ, ദയവ് ചെയ്തൊന്നും ചെയ്യരുത്. പേടിക്കണ്ട, നീ കരുതുന്ന പോലൊന്നും ചെയ്യില്ല. സുന്ദരമായ ഒരു പൂവ് കണ്ടു, അതെന്റെ സ്വന്തമാകുന്നവരെയും മറ്റൊരു പെണ്ണിനും തൊടില്ലെന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്.
എന്റെ വീട്ടിലെ നായയെ തൊടാൻ പോലും എല്ലാവരും പേടിക്കും. അങ്ങനെയുള്ള എന്റെ മരുമകന്റെ തലയ്ക്ക് നീ കല്ല് കൊണ്ടടിച്ചല്ലേ? എടാ മുരുക, ഇവൾക്ക് എന്ത് ശിക്ഷയാ കൊടുക്കണ്ടേ? ശിക്ഷ എന്തുവാ? ഇവൾക്ക് ശിക്ഷയല്ല, ഒരു വരം കൊടുത്തേക്കാം. സാറേ അവളെ വിട്ടേക്കു സാറേ. നിനക്കിവിടെ പിടിക്കുന്നത് ഇഷ്ടമല്ലല്ലേ? എന്നാ പിന്നെ ഇനി എവിടെ ആരും പിടിക്കണ്ട. ഏയ്, സാറേ പാല് കുടിക്കുന്ന ചെറിയ കുട്ടിയുണ്ട് സാറേ, ഒന്നും ചെയ്യരുത് സാറേ. ഇനി എന്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും പറ്റില്ല. വിഷമിക്കേണ്ട ലക്ഷ്മി, കരയരുത്. കേസ് കൊടുത്തോ? അവന്റെ ബന്ധുവിനെ തൊട്ടതിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി അവനെതിരെ കേസ് കൂടെ കൊടുത്താലോ? എന്തായി പറയുന്ന? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? കൊടുക്കില്ല. കാരണം അവര് പാവങ്ങളാ. മുറിവ് വേഗം ഉണങ്ങണം, ജോലിക്ക് പോകണം, കൊച്ചുങ്ങളുടെ വിശപ്പടക്കണം. ഇതൊഴിച്ച് മറ്റൊന്നും അവർ ആലോചിക്കാറില്ല. എന്നാ നിങ്ങൾ ആലോചിക്കുമല്ലോ. നിങ്ങൾ എന്താ ഇതുവരെ കംപ്ലൈന്റ് കൊടുക്കാത്ത? കൊടുത്താ അവരെന്നെയും കൊല്ലും. ചാവുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഞാൻ പോയാൽ ഈ സഹായം ചെയ്യാൻ പോലും ഇവർക്ക് ആരുമില്ല. കൊള്ളാലോ ഡോക്ടറെ നിങ്ങളുടെ കാരണം. എന്നാ നിങ്ങളെ പോലെ ഞാൻ മൗനമായി നിൽക്കില്ല. കേസ് കൊടുക്കാൻ എനിക്കും അറിയാം. അതിനാ പോണേ. ലക്ഷ്മി എന്താ നിന്റെ സ്വന്തമാണോ? നേരി കണ്ട സംഭവം കംപ്ലൈന്റ് ചെയ്യാൻ സ്വന്തക്കാരായിരിക്കണമെന്ന് ആവശ്യമില്ലല്ലോ ഇൻസ്പെക്ടർ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ നാളെ കോർട്ടിൽ വന്ന് സാക്ഷിയൊക്കെ പറയല്ലോ അല്ലേ? ഉറപ്പായിട്ടും. ആദ്യം നിങ്ങൾ കേസ് ഫയൽ ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്യൂ. നീ പറയുമ്പോ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആദ്യം സ്പോട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കട്ടെ. നീ പറഞ്ഞതുപോലെ ആ കോട്ടി തെറ്റ് ചെയ്തെന്ന് വെയ്. ആ കോട്ടിയെ മാത്രമല്ല, ഗ്യാങ്ങിനെ മൊത്തം ഞാൻ അറസ്റ്റ് ചെയ്യും. ഇദ്ദേഹമാണ് ആ ചേച്ചിയുടെ ഭർത്താവ്. ഇദ്ദേഹത്തിന് എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഭാര്യയോടുള്ള സംശയത്തിന്റെ പേര് ഇവനാ ക്രൂരതയൊക്കെ ചെയ്തത്. ഇവനൊരു സാഡിസ്റ്റാ. പാല് കുടിക്കുന്ന ഒരു കുഞ്ഞെങ്കിലും ഉണ്ടെന്നുള്ള വിചാരം വേണ്ടേ? എടാ, നിനക്കൊരു മനസ്സാക്ഷിന്നില്ലേ? കള്ളാണത് സർ. അവൻ ചെയ്തില്ലെന്നല്ലേ? സത്യം എന്താന്ന് വാ തുറന്ന് പറയടാ. ഇതിനൊക്കെ കാരണക്കാരൻ ആരാന്ന് പറയടാ. പറയാൻ. ഞാനാ ചെയ്ത സാറേ, ഇത് ഞാൻ തന്നെയാ ചെയ്ത. വെള്ളം അടിച്ച് ബോധമില്ലാതെ ഇത് ഞാൻ തന്നെയാ സാറേ ചെയ്ത. ഞാൻ തന്നെയാ ചെയ്ത. ജനങ്ങൾക്ക് പേടിയുള്ളിടത്തോളം കാലമേ നിന്നെ പോലുള്ള റൗഡികൾക്കൊക്കെ ആയുസുള്ളൂ. അവരെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ അവർക്കൊരു പേടി ഉണ്ടായിരിക്കൂ. ആ പേടിയാണ് എനിക്ക് ഓട്ടായിട്ട് മാറുന്നത്. ജനങ്ങളുടെ പേടിയാണ് നമ്മുടെ പവർ. ആനയുടെ കാലിൽ ചങ്ങല കൊണ്ട് പൂട്ടിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ചങ്ങല ആനയ്ക്ക് ഈസി ആയിട്ട് പൊട്ടിക്കാൻ സാധിക്കും. പക്ഷെ അക്കാര്യം ആനയ്ക്കറിയില്ല. ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആനയെ പോലെയാ. അവരുടെ ബലം അവർക്ക് അറിയാത്തടത്തോളം കാലം നമ്മളാ ബലശാലികൾ. ധൈര്യം തീപ്പൊരി പോലെയാ. അത് വലിയ തീയായി മാറുന്നതിനുള്ളിൽ ആ കേസിട്ടവനെ ഉടനെ കണ്ടുപിടിക്കേ. ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസോ പത്രക്കാരോ ആരും വരാത്തതുപോലെ ഞാൻ നോക്കിക്കോളാം. വരാം സാർ. സുജാതെ, സുജാതെ, വാ. ആ കോടി തന്നെ അന്വേഷിച്ച് വന്നോണ്ടിരിക്കുകയാണ്. വന്നാൽ എന്താ? നിന്നെ കണ്ടാ അവൻ തീർച്ചയായും കൊല്ലും. വേഗം വാ, വാ. സ്വാമി, ആ പെണ്ണിന്റെ വീടായത്. അകത്തെങ്ങും ആരുമില്ല ഏട്ടാ. ഈ വീട് ഒഴിഞ്ഞു കിടന്നതുകൊണ്ട് ഞാൻ തന്നെയാ ഇവിടെ ഉപയോഗിക്കുന്നത്. ഏയ്, പിന്നെ ഇത് ആരുടെയാ? നിന്റെയാണോ?
എല്ലാവരും ഒന്ന് വണ്ടി കയറാ. ഓരോ വീടും മരിച്ചു പെറുക്കി കിട്ടുന്ന ഓരോ പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവാ. ഒരുത്തി പോലും രക്ഷപ്പെട്ടു പോകരുത്. ഓ അയ്യോ ഒന്നും ചെയ്യരുത്. എന്റെ മോളൊന്നും ചെയ്യരുത്. മോളൊരു പാവമാണ്. ഇവളെയൊക്കെ ആരാടാ പിടിച്ചോണ്ടുവന്നേ? ഇവളല്ല. ഇവളും അല്ല. പാടി പറയടേ, നീയാണോ സുജാത? ഞാനല്ലാതെ. നിന്റെ ഭംഗി കണ്ടിട്ട് നിന്നെ വിടാൻ തോന്നുന്നില്ല. പക്ഷെ ഞാൻ ചെയ്തൊരു സത്യമാ നിന്നെ രക്ഷിച്ചേ. പോയി ദേവിക്കൊരു കോഴിയെ ബലി കൊടുക്ക്, നിന്നെ രക്ഷിച്ചതിന്. മനസ്സിലായോടി? സുജാത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പോയാ തീർച്ചയായിട്ടും അവൻ നിന്നെ കൊല്ലും. സുജാതെ, എന്റെ പേരിൽ കേസ് കൊടുക്കാൻ നീ കാണിച്ച ധൈര്യം ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് കാണില്ലേ? നീ ഇവിടെ വന്നില്ലെങ്കിൽ നിന്നെ ഞാനിവിടെ വരുത്തിക്കും. ഇവന്റെ കഴുത്തറുത്തിട്ടാണെങ്കിലും. ഇറങ്ങി വാടി. സുജാതെ, വേണ്ട, പറഞ്ഞ കേക്ക്. നീ പോയാ കൊല്ലും. സുജാതെ, വേണ്ട. ഞാൻ അന്വേഷിച്ചു നടന്ന പുഷ്പമല്ലേ നിൽക്കുന്നത്. ഞാൻ മനസ്സിൽ ആരാധിക്കുന്ന പെണ്ണ് എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഈശ്വര, എല്ലാം നിന്റെ ലീലകളല്ലേ. ആരുടെ കൈ കൊണ്ട് ആരാ ചാവാൻ പോണത് നോക്കണം. ഇവളാണ് കഥാനായിക. പേര് സുജാത. നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വന്ന ദേവത. നീ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ നോക്കണേ. കണ്ണ് തുറന്ന് നോക്കടി, മറ്റുള്ളവർ നിന്നെ എങ്ങനെയാ നോക്കുന്നെന്ന്. നിന്റെ തുണി ഞാൻ എപ്പോഴാ അഴിക്കുന്നെന്ന് അറിയാൻ അവരോട് നിൽക്കുന്നേ. ഏയ്, നിങ്ങളുടെ ആഗ്രഹം വേഗം നിറവേറ്റി തരാം. നാളെ ഇതേ സമയം വാ. ഇവളുടെ ശരീരത്തിൽ ഒരു നൂലിഴയില്ലാതെ നാളെ നിങ്ങൾക്ക് ഇവളെ ഇവിടെ തന്നെ കാണാം. നിങ്ങളുടെ ആ ആഗ്രഹം നിറവേറ്റിട്ടേ ഞാൻ ഇവളെ കൊല്ലൂ. വാടി. പോ, അകത്തേക്ക് പോ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം അവൾ ഇവിടെ ഉണ്ടാവും. ഉണ്ടായിരിക്കണം. പക്ഷേ നീ മാത്രമാണ് എന്നെ കാത്തിരിപ്പിന്റെ നോവറിയിച്ചത്. അതുകൊണ്ട് മാത്രം നിന്നെ കൊല്ലാതെ കൊണ്ടുവന്നത്. ഭയത്തിന്റെ നിഴൽ പോലുമില്ല നിന്റെ കണ്ണുകളിൽ. നിനക്കെന്നെ ഭയമില്ലേ? എന്തിനാ പേടിക്കുന്ന? നീ എന്ത് ചെയ്യും? റേപ്പ് ചെയ്യൂ അല്ലേ? ചെയ്തു. നിന്നെ എതിർക്കാനുള്ള ശക്തി എനിക്കില്ല. എന്തിനാ ആവശ്യമില്ലാതെ കിടന്ന് കീറി എനർജി വേസ്റ്റ് ചെയ്യുന്ന? നിന്റെ ഇഷ്ടം. ഏതോ ഒരു ജന്തു എന്റെ മേളിൽ കയറി മാന്തി വെച്ചെന്ന് വിചാരിച്ചോളാം. അതല്ലാതെ നശിച്ചു പോയിന്ന് ഞാൻ വിഷമിക്കില്ല. നീ ചാവുന്നവരെ ഈ കോളനി വിട്ട് ഞാൻ പോവില്ല. നിനക്ക് എന്ത് വേണോ ചെയ്തോ. ശരിയടി, എന്റെ ആശ നിറവേറി കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്നല്ല, ഈ ലോകത്തിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചേക്കാം. എടാ പാണ്ഡു, ഈ കാര്യത്തിൽ ഇയാൾക്ക് ഭയങ്കര ഭാഗ്യ. ഇല്ലെങ്കിൽ ആ പെണ്ണ് വന്ന് ഇയാളുടെ മുമ്പിൽ പെടുവോ?
എന്താടി അഭിനയിക്കാണോ നീ? അതും എന്റെ മുന്നിലോ? നിനക്കിഷ്ടപ്പെടാത്തവന്റെ കൂടെയുള്ള ആദ്യരാത്രി അല്ല ഇത്. നീ വെറുക്കുന്നവൻ, നീ കൊല്ലാൻ ആഗ്രഹിക്കുന്നവൻ, അത് ഞാൻ തന്നെയാടി. കാണട്ടെ നിന്റെ വെറുപ്പ് കാണിക്കേ, നിന്റെ കോപത്തെ കാണിക്കേ, കാണിക്കടി. മാനം നഷ്ടപ്പെടുന്നതിൽ ഭയമില്ല നിനക്ക്. നിന്റെ ഭയം കാണട്ടെ. തടയടി, എന്നെ എതിർക്കടി. അപ്പോഴാടി എനിക്കൊരു ഹരമുണ്ടാവൂ. അടിക്കടി, അടിക്ക് 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 അടിക്കടി, അടിക്ക്. തുപ്പടി, കാറി തുപ്പ് തുപ്പ്. എത്ര നാളായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നറിയോ? 1 2 റേപ്പല്ലടി, 300 റേപ്പാ ചെയ്തിരിക്കുന്നേ. ആ എന്നോടാണോ നിന്റെ ഈ നാടകം? നിന്റെ നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ടടി. ഇന്നത്തോടെ നിന്റെ അവസാനമാടി. ഇവിടെയുള്ള പെണ്ണുങ്ങളിൽ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ, അല്ലാത്തവർക്ക് മരിക്കാനാ വിധി. എനിക്കിടെ എന്താടി, എനിക്ക് ഇനിയും മനസ്സിലായില്ലേ? എടാ പാണ്ഡു, ഷൂട്ടിംഗ് ഒക്കെ കണ്ടത് മതി. അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്താണ് ചേട്ടാ ഇങ്ങനെ ചെയ്തത്? നമുക്കൊരു ചാൻസ് തരാൻ പാടില്ലായിരുന്നോ? എന്റെ ഒരു കൊടിയാടാണ് നിനക്ക്. അയാൾക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുതെന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. വേണമെങ്കിൽ നീ നോക്കിക്കോ. പിന്നെ പേടിയില്ല, മരണത്തെ പേടിയില്ല. എന്ത് തരം ജന്മോടി നിന്റെ? ഷാമി 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 നിക്ക് ഷാമി, ഒന്ന് നിക്ക് ഷാമി. ഇങ്ങനെ തള്ളി അവള് ചട്ടുപോകും. പിന്നെ പുലിവാലാവും ഷാമി. രഹസ്യം പുറത്തറിഞ്ഞു. ഇത് എനിക്കും നിനക്ക് മാത്രമേ അറിയാവൂ. അതറിയാവുന്ന ആരും ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഏതെങ്കിലും കുളത്തിലെറിയേ. പെട്ടുപോയിടാ. നിന്റെ മൈനസ് പോയിന്റ് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഒരു പെണ്ണിനെയും നീ നശിപ്പിക്കില്ല. നിന്നെ കൊല്ലാതെ ഞാൻ മരിക്കില്ല. എനിക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. ആൻഡ് ഐ വിൽ കിൽ യു. ചേട്ടോ വേണ്ടടാ. ചേട്ടാ, എന്തുവാടാ? ഇതിന്റെ പേര് വയാഗ്ര എന്നാണ്. എന്നുവെച്ചാൽ ഇത് യൂസ് ചെയ്താൽ വാടിപ്പോയതെല്ലാം അങ്ങനെ തളർത്ത്. പതുക്കെ പറയടാ കഴുത. എന്താ ഏട്ടാ? ഇടങ്ങാനും അയാൾ കേട്ടാലുണ്ടല്ലോ, നിന്നെയും നിന്റെ കുടുംബത്തെ അയാൾ കൂട്ടബലാത്സംഗം ചെയ്യും. അയാൾക്ക് ഈ കാര്യത്തിൽ നോർമലായിട്ട് ചെയ്യാൻ അറിയില്ല. മിന്നു കെട്ടി കൊണ്ടുവന്നവളെ പോലും റേപ്പല്ലേ ചെയ്തത്. ഭാര്യയെ റേപ്പ് ചെയ്തു. പാവം ആ പെണ്ണ്. എപ്പോഴും നിങ്ങളുടെ കണ്ണിൽ ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായോ? അതെങ്ങനെയാ ഞാൻ പറയട്ടെ, കാണിക്കട്ടെ. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ?
എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയോ? ഒന്ന് വേഗം വരുന്നേ. എന്താ ഇത്? വേട്ടക്കാരൻ എപ്പോഴും തന്റെ തോക്കാണ് ജീവനെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ തോക്കെന്താ തുരുമ്പെടുത്ത് പൊട്ടിപ്പോയോ? എന്റെ സ്വാമി, ഈ മനുഷ്യരൊക്കെ സെക്ഷന് വ്യത്യസ്തരായിരിക്കുന്നേ. ഇപ്പൊ ഈ മാമാ സ്വാമിനെ തന്നെ എടുത്തോ. കള്ളു കുടിച്ചാൽ മാത്രമേ പൂശാൻ പോകും. ചിലരോ സ്ഥലം മാറിയെന്നും പറഞ്ഞ് സെക്സ് അവോയ്ഡ് ചെയ്യും. മറ്റു ചിലരോ ഫേസ് മാറിയെന്നും പറഞ്ഞ് അത് ഒഴിവാക്കും. എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാവണമെന്ന് കൊതിക്കല്ലേ സ്വാമി? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്ന് വെച്ചാൽ സാധാരണ കാര്യമാണോ? ബലാത്സംഗമല്ലേ സ്വാമി ചെയ്തോണ്ടിരുന്നേ? 4 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവുന്നേ. സ്വാമി, ആദ്യ രാത്രി ഒന്ന് ആഘോഷിക്കേ. പെണ്ണവിടെ വെയിറ്റിംഗ് അല്ലേ? മാമാ, പെണ്ണിന്റെ കണ്ണിൽ ഭയവും കണ്ണീരും കണ്ടാലേ എനിക്കൊരു ഹരമുണ്ടാകൂ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇപ്പോഴാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത്. വാടി വാടി വാടി. ഇതാണ് നടന്ന സംഭവം. എടാ, ഇതൊന്നും ഇതുവരെ ആർക്കും അറിയില്ല. ഇനി ആരെങ്കിലും അറിഞ്ഞാൽ ഒരുത്തനും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നിന്റെ അച്ഛനമ്മമാര് ചെയ്ത പുണ്യാണെന്നല്ലാതെ എന്തു പറയാൻ. അവന്റെ കൈ കുടുങ്ങിയിട്ട് നിന്റെ ജീവൻ പോകാതിരുന്നത് ഭാഗ്യം. ഇനിയും നീ ഇവിടെ കിടന്ന് ജീവൻ കളയേണ്ട മോളെ. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോമോളെ. ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം എന്റെ ഭാഗ്യമല്ല, അവന്റെ ബലഹീനതയാ. സൂക്ഷിച്ചു മോളെ. അതെന്താന്ന് അറിഞ്ഞാൽ ഇനി ഒരു പെണ്ണിനെ അവന് നശിപ്പിക്കാൻ പറ്റില്ല. അതിന് വേണ്ടത് കുറച്ച് ധൈര്യം മാത്രമാണ്. മാനം പോവും, നശിച്ചു പോകുന്ന ഒരു പേടിയില്ലാതെ അവന്റെ മുമ്പ് ധൈര്യമായിട്ട് നിൽക്കണം. അപ്പൊ അവൻ ഒന്നും ചെയ്യില്ല. അതാണ് അവന്റെ ബലഹീനത. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു, സന്തോഷം. എന്നാൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എന്റെ പരിസ്ഥിതിയിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ വരാൻ കാരണം എന്നോടുള്ള സ്നേഹമല്ല, നിങ്ങൾക്കുള്ള ധൈര്യമാണ്. ഈ ജീവിതം നിങ്ങൾക്ക് ശീലമായി, ഈ ക്രൂരത കണ്ട് ശീലമായി. ഒരു പ്രാവശ്യമെങ്കിലും ധൈര്യമായിട്ടിരുന്ന് ശീലിച്ചൂടെ? ആ ധൈര്യം നിങ്ങളെ ബലശാലിയാക്കും. ഈ നീച ജീവിതത്തിൽ നിന്നും നിങ്ങൾ എല്ലാവരെയും രക്ഷിക്കും. പേടി നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയിൽ കുറച്ച് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഭയമാണ് നിങ്ങളുടെ വിരോധി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഈ കൈകൾക്ക് എതിർത്ത് നിൽക്കാൻ പഠിപ്പിച്ചു കൊടുക്ക്. ഈ പ്രശ്നങ്ങളൊക്കെ താനെ മാറിക്കോളും. ഈ അസുരനെ വധയ്ക്കാൻ ദൈവം വരുമെന്ന് കാത്തിരിക്കാണോ നിങ്ങള്? അത് ഒരിക്കലും സംഭവിക്കില്ല. ധൈര്യമായിരുന്നാൽ നമ്മൾ എല്ലാവരും ദൈവം തന്നെയാ. എന്തിനാ പേടിക്കുന്നത്? അവൻ നമ്മളെ ക്രൂരമായി എന്തെങ്കിലും ചെയ്യുന്നാണോ? എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ എല്ലാവരും മരിക്കാനുള്ളതല്ലേ? അത് നമ്മൾ കുറച്ച് ധൈര്യമായി നിന്ന് മരിച്ചാലോ നമ്മുടെ ചാവിന് ഒരു അർത്ഥം ഉണ്ടാവില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും ആ കോട്ടയെ എതിർത്ത് നിൽക്ക്. അപ്പൊ അവന്റെ ധൈര്യം എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പോകരുത്. നിക്കവിടെ.
ഏതാണത്? എവിടുന്ന് കൂട്ടിട്ട് വന്ന ഈ മോളെ കൊണ്ട് കളയടാ. അന്ന് നമ്മുടെ ഏരിയയിൽ വെച്ച് നമ്മളൊരു പെണ്ണിനെ കണ്ടില്ലേ? അതിസുന്ദരിയായ ഒരു പെണ്ണ്. അവളെ കൊണ്ടുപോടാ. എന്താണ് പുതുമണവാട്ടി, നിന്റെ കെട്ടിയോ നിന്നെ വീടിനകത്ത് വെച്ച് പൂട്ടിരിക്കായിരുന്നു. ഇനി അവന് നിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്താടി, നീയും അവളെ പോലെ അഭിനയിക്കാണോ? നിന്നെ എതിർക്കാനുള്ള ശക്തി എനിക്കില്ല. ശവം പോലെ ഞാൻ കിടന്നോളാം. എന്ത് വേണമെങ്കിലും ചെയ്തോളാം. കാണിച്ചു തരാടി എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ. മുരുക, എന്റെ ഷാമി അപ്പോഴത്തേക്ക് ഇങ്ങ് പോന്നു കളഞ്ഞ്. അവള് ശവം പോലെയാ കിടക്കുന്നേ. ശവത്തിന്റെ കൂടെ കിടന്ന് എനിക്ക് പരിചയമില്ല. ചേട്ടാ, നിങ്ങൾക്ക് ഒരവസരം കൂടി തരാം. അവളുടെ ഭർത്താവില്ലേ, അവനെ കൂട്ടിക്കൊണ്ടുവാ. ശരി ചേട്ടാ. അവന്റെ കൺമുമ്പിൽ വെച്ച് ഇവൾക്ക് നരകമെന്തെന്ന് കാണിച്ചു കൊടുക്കണം. എന്റെ ഭാര്യ ഒന്നും ചെയ്യാതടാ. ഞാൻ പറയുന്ന കേൾക്ക്. എന്റെ ഭാര്യ ഒന്നും ചെയ്യരുത്. അവളെ വിട്ടേക്ക്. നിന്റെ കാലിൽ വേണം ഞാൻ വിടാൻ. അവളെ ഒന്നും ചെയ്യരുത്. സുജാത ഇപ്പോഴും ജീവനോടെയുണ്ട്. അവൾ മരിച്ചെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അവൾ ആരോ രക്ഷപ്പെടുത്തി എവിടെയോ ഒളിവിൽ പാർപ്പിച്ചു വച്ചിരിക്കുക. ആ ഏരിയയിലുള്ള എല്ലാവർക്കും അത് അറിയാമെന്നാ തോന്നുന്നേ.
ദേഷ്യവും വൈരാഗ്യവും പകയും അവളെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി കാണും. അവൾ രക്ഷപ്പെട്ടത് മാത്രമല്ല, മറ്റുള്ളവരെ നമുക്കെതിരായി മാറ്റിയിരിക്കുക. ഞാൻ പറഞ്ഞത് സത്യമല്ലെന്ന് നീ തന്നെ മനസ്സിലാക്ക്. നീ പറഞ്ഞതുപോലെ അവരെന്തൊക്കെ ചെയ്തിട്ടും ഞാൻ ധൈര്യത്തോടുകൂടി ഉണ്ടായ കാരണം അവരെല്ലാവരും കൂടി ചേർന്നെന്റെ സന്തോഷം നശിപ്പിച്ചു, എന്റെ ജീവിതം നശിപ്പിച്ചു. ഷാമി, ആ പെണ്ണ് ഇവിടെ തന്നെയുണ്ട്, ആശുപത്രിയിലുണ്ട്. അതെനിക്കറിയാടാ. അവൾ എന്റെ ആശ നിറവേറ്റാതെ ചാവില്ല. ആ കൊതി ഒരിക്കലും നടക്കില്ല ഷാമി. നിങ്ങൾ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അടേ ഷാമി, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നെ അടിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. ചെന്ന് ആ പെണ്ണിനെ കൊല്ലാൻ നോക്ക്. അവളെന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല. കൊന്നാല പ്രശ്നങ്ങൾ തീരും, പക്ഷെ എന്റെ ആശ നിറവേറില്ല. നടക്കാത്ത ആഗ്രഹവുമായി ജീവിച്ചിരുന്നാൽ എനിക്ക് ഭ്രാന്തി പിടിക്കും. അവൾ എവിടെയുള്ളത്? നടക്കടി, നടക്ക. നിന്നെ ഞാൻ റേപ്പ് ചെയ്തിട്ടില്ലെന്ന് നീ നാടാകെ പാടി നടക്കുന്നുണ്ടല്ലോ, അല്ലടി? നിന്നെ ഞാൻ ഇവിടെ ഇട്ട് റേപ്പ് ചെയ്യും. ഭയല്ലേ നിനക്ക്? ഇത്രയും പേർ നിൽക്കുമ്പോ അവരുടെ മുന്നിൽ വെച്ച് നിന്റെ തുണി ഉരിയും ഞാൻ. അന്ന് നീ ആ റൂമിലായത് കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇപ്പൊ പറയാൻ പറ്റും നിനക്ക്? അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? പറയടി, നടക്കടി, നടക്കടി. എന്താടാ നായ്ക്കളെ, എന്റെ മുന്നിൽ അഹങ്കാരം? ജീവനോടെ ഇരിക്കാൻ ആഗ്രഹമില്ലേ? മര്യാദയ്ക്ക് എല്ലാവരും തിരിച്ചു പോവാനാ പറഞ്ഞത്. അബലയല്ല അതിശക്തി പ്രതിരൂപം നിൻ ഭാവം. എന്താടാ അസുരകുലം മാർഗം ഇത് മാത്രമായോ നിങ്ങള്? പദതാളത്തുടികൾ ഉണരും അതിൽ പിളരും കയ്യും കാലും തല്ലി ഓടിക്കേ. പൊള്ളും മനസ്സിൽ അഗ്നി പേറും ആവേശം. പദതാളത്തുടികൾ ഉണരും അതിൽ പിളരും ആകാശം. പൊള്ളും മനസ്സിൽ എന്നും അഗ്നി പേറും ആവേശം. അതാണിവിടെ ആയുധം, അത് തന്നെ ചൈതന്യരഥം. എല്ലാവരും വട്ടളകിയിരിക്കുക. എല്ലാറ്റിനും കാരണം ഇവള് കൊടുത്ത ധൈര്യവാ സ്വാമി. വിട്ടേക്ക് സ്വാമി. വാ സ്വാമി, വരാനാ പറഞ്ഞത്. എന്താ സ്വാമി? എന്താ സ്വാമി ഇതൊക്കെ? ചെറിയ കുട്ടികളെ പോലെ. സ്വാമി ഇരുന്ന് ഇരിക്കെ. അവളെ കൊല്ലേണ്ടതായിരുന്നു. മനസ്സമാധാനം കളഞ്ഞു അവള്. ആരാടാ അവള്? ഇത്രയും നാളും റേപ്പ് ചെയ്യുന്നത് ഒരു ആയുധമായിരുന്നു. ഇപ്പോ ആ ആയുധം നമുക്കെതിരാക്കി അവള്. അവളെ കൊന്നേ മതിയാവൂ. ആ പെണ്ണിന് ഒടുക്കത്തെ ലക്കാ സ്വാമി. അതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത്.
എന്റെ കൈകൊണ്ട് ചാവാതിരുന്നത് അവളുടെ ഭാഗ്യമല്ല, അവളുടെ ദുർഭാഗ്യമായി കാണണം. ഇഞ്ചിഞ്ചായി ചാവാനാ അവളന്ന് രക്ഷപ്പെട്ടത്. അവളെ കൂട്ടിക്കൊണ്ട് വാടാ, നരകമെന്തെന്ന് അവൾ അറിയണം. എങ്കിലേ എന്റെ പകയടങ്ങും. ഷമേ, അവളെ ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾ കൊല്ലണം അവളെ. അത് തീർച്ചയായിട്ടും നടക്കും. എങ്ങനെയാ അവളെ കൊണ്ടുവരുന്നേ? എല്ലാ വഴിയും അടഞ്ഞില്ലേ? ഷമേ, ചില കാര്യങ്ങളൊക്കെ ചാണക്യന്റെ ബുദ്ധി കൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റൂ. എന്താ കാർന്നോരെ, പുതുതായിട്ട് വന്നതാണോ? അതെ അതെ, നിങ്ങളുടെ സ്ഥലം ഏതാ? എല്ലാ സ്ഥലവും എനിക്ക് സ്വന്തം പോലെയാ. എവിടെയാണെങ്കി എന്താ, സ്വന്തം മക്കൾക്ക് പോലും ആവശ്യമില്ല. പിന്നെ എല്ലാ സ്ഥലവും എനിക്ക് ഒരുപോലെയാ. അങ്ങനെയുള്ള മക്കളെ എന്തിനാ വെറുതെ വിട്ട പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കൂടായിരുന്നോ? അതിന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാം കൊടുത്തിട്ടാ വന്നേ. എന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നേ? അവരെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. എന്റെ പക്കലുള്ള സ്വത്തെല്ലാം അവരെടുത്തു. നന്നായെങ്കിൽ ശരി. ഒന്നും ഞാൻ സമ്പാദിച്ചതൊന്നുമല്ല. എന്റെ അച്ഛനും അമ്മയും എനിക്ക് ചേർത്ത് വെച്ചതാ. അതെന്റെ മക്കൾ എടുത്തോണ്ട് പോയി. ഈ വയസ്സാം കാലത്ത് ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? പ്രായമായെങ്കിലും വിശപ്പ് നമ്മുടെ അടുത്തൊന്നും മാറില്ലല്ലോ. ശരീരത്തിന് ശക്തിയുള്ള സമയം വരെ എന്തെങ്കിലും ജോലി ചെയ്ത് ആഹാരം കഴിക്കണം. ഞാൻ എടുത്തോളാം അപ്പൂപ്പ. മോളെ ആശേ, സുഖമാണോ? എനിക്ക് ഹോളിഡേസ് കിട്ടി അച്ഛാ. ആണോ മോളെ? ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് നിന്നെ വന്ന് കണ്ടോളാം. നിനക്ക് എന്താ വേണ്ടെന്ന് പറ. ഞാൻ വീട്ടിലേക്ക് വരാം അച്ഛാ. മോളെ, അത് വേണ്ട മോളെ, ഞാൻ അങ്ങോട്ട് വന്നോളാം. പ്ലീസ് അച്ഛാ. ഞാൻ പറയുന്നത് കേക്ക് മോളെ. നീ ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല. ഞാൻ തന്നെ നാളെ അങ്ങോട്ട് വന്നോളാം. ഞാൻ വരുന്നു അച്ഛാ. വേണ്ട മോളെ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. നീ ഫോൺ വെക്കേ. നമസ്കാരം സാറേ. എന്താടാ, സുഖമല്ലേ? ആണ് സാറേ. ആ, നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. എന്താ കുട്ടി, നീ ഇങ്ങനെ ആയിപ്പോയത്? ആക്ച്വലി ഈ ലോകത്ത് ആണുങ്ങളെ വിഷമിപ്പിക്കുന്നത് ഏതാണെന്നറിയാമോ? പെണ്ണുങ്ങൾ അല്ല, അവരുടെ മേളിലുള്ള ആഗ്രഹം. ആ ആഗ്രഹം തീരാത്തതുകൊണ്ടാണ് എല്ലാവരും വിഷമിക്കുന്നത്. കോട്ടി, നിനക്ക് ആ പെണ്ണിൻ്റെ അടുത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർത്തോ, അല്ലെങ്കിൽ അവളെ കൊന്നേക്കേ. ഞാൻ നോക്കിക്കോളാം. വെറുതെ ടെൻഷൻ ആവാതെ. രാത്രി നല്ലൊരു പാർട്ടിയുണ്ട്. ഇവനെയും വിളിച്ചോണ്ട് വാ. രാത്രി നന്നായി എൻജോയ് ചെയ്യാം. കാമന്റെ കരത്തിലെ കായാമ്പു മലർമണം മെയ്യാകെ ചേർത്താട്ടെ. സ്വപ്നം പോൽ ഞാൻ വന്നാൽ നിദ്ര പോയി മറഞ്ഞിടും ചിറകാലെ പറക്കും നീ. കരളകത്തെ കരിമ്പൊടിക്കാൻ കളമുള തണ്ടിലെ തേനും പിന്നെ ഇമ്മണി മുത്തം താ. ഉടലൊഴുകും അഴകരികിൽ അരമണി നൂലിലെ സ്വർഗം കാണാം. അമ്പിളിത്തെല്ലും നെഞ്ചിലെ കണ്ണും പാൽക്കണും തൂവും രാവാകുമ്പോൾ മകരക്കാറ്റിലെ കിളിപ്പൂവിൽ മെല്ലെ നുള്ളായി നുള്ളാമെല്ലാം നിന്റെ ഇഷ്ടം. ഞാൻ ആ കണ്ണി കണ്ണാടിത്തുണ്ടം മിന്നും മിനുങ്ങു വെട്ടം തട്ടിക്കെടുത്തിയെത്തും. കാമന്റെ കരത്തിലെ കായാമ്പു മലർമണം മെയ്യാകെ ചേർത്താട്ടെ. സ്വപ്നം പോൽ ഞാൻ വന്നാൽ നിദ്ര പോയി മറഞ്ഞിടും ചിറകാലെ പറക്കും നീ. ശരമേറ്റാലും ശരിയാവൂല, ഹരമേറാനതു വേണം. താണു തുഴഞ്ഞും വീണു പിണഞ്ഞും മണിനാഗം പോലിഴയാൻ വായോ.
ഇത്തിരി നേരം പോരാ മുളയ്ക്കും രാവായി മന്തു പോലെ തത്തിടാതെ ഇത്തിരി നേരം പോരാ മുളയ്ക്കും രാവായി മൊത്തമായി എന്നെ മോന്തിടാതെ അമ്പിളിത്തെല്ലും നെഞ്ചിലെ കണ്ണും പാൽക്കണം തൂവും രാവാകുമ്പോൾ മകരക്കാറ്റിലെ കിളിപ്പൂവിൽ മെല്ലെ നുള്ളാമെല്ലാം നിന്റെ ഇഷ്ടം ഞാൻ കണ്ണി കണ്ണാടി തുണ്ടം മിന്നും മിനുങ്ക് വെട്ടം തട്ടിക്കെടുത്തിയെത്തും ആരാ? ഞാനാ മോളെ, കുടിക്കാൻ ഇച്ചിരി വെള്ളം താ. ആ, ദാ എടുത്തോണ്ട് വരാ അപ്പൂപ്പാ. കോടിയെടുത്തുനിന്ന് രക്ഷപ്പെട്ട വലിയ ഉത്തമിയല്ലേ നീ? നിന്നെ വെറുതെ വിടുവോ? വിടത്തില്ലടി ഞാൻ. എടി പെങ്കൊച്ചേ, നിന്നെ ഈ സ്ഥലത്ത് നിന്നും ജീവനോടോ അല്ലെങ്കിൽ അല്ലാതെയോ എനിക്ക് കോടിയെടുത്ത് നിന്നെ കൊണ്ടുപോയേ മതിയാകൂ. ആ കിട്ടുന്ന പൈസ വെച്ച് വേണം എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ എനിക്ക് നടത്താൻ. മര്യാദക്ക് വരാനാ പറഞ്ഞത്. എന്നെ കൊല്ലല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. നിക്കടി അവളെ. പെണ്ണേടി ആടുപാടു സുന്ദരിയെ നീ എന്റെ സ്വത്തും പണവും തരാമല്ലോ മോഹിനിയെ വാ. പെണ്ണേടി ആടുപാടു സുന്ദരിയെ നീ എന്റെ സ്വത്തും പണവും തരാമല്ലോ മോഹിനിയെ വാ. ഉണ്ടോ ഇല്ലേ വീണ്ടും രാത്രി ഇന്ന് തന്നെ തീർക്കാം മോഹം. നോക്ക് കണ്ണ ഈ അഴക് ഈ രാത്രി നീ മോഹം തീർക്കൂ. നിനക്കായി ഞാൻ പഞ്ചം തീർക്കാം മനസ്സ് നിറയെ ആഘോഷിക്കൂ. നിനക്കായി ഞാൻ പഞ്ചം തീർക്കാം മൊത്തമായി എന്നെ മോന്തിടൂ നീ. അമ്പിളിത്തെല്ലും നെഞ്ചിലെ കണ്ണും പാൽക്കണം തൂവും രാവാകുമ്പോൾ മകരക്കാറ്റിലെ കിളിപ്പൂവിൽ മെല്ലെ നുള്ളാമെല്ലാം നിന്റെ ഇഷ്ടം ഞാൻ. ആ കണ്ണി കണ്ണാടി തുണ്ടം ഹേ ഹേ മിന്നും മിനുങ്ങ് വെട്ടം തട്ടിക്കെടുത്തിയെത്തും. ഹേ ഡാ 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 ഹേ ഡാ 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 എന്നെ നുള്ളാമെല്ലാം നിന്നിഷ്ടം. ഇവിടെ വന്ന് ഒളിച്ചിരിക്കാണോ? വാടി.
എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? വേഗം വരുന്നേ. എന്റെ അമ്മേ, വേണ്ട. ഇവൻ എന്താട്ടോ ഇങ്ങനെ കുമ്മി അടിക്കാൻ വരുമെന്ന് വെച്ചാൽ കുമ്മിനിട്ട് അടിക്കാ. ചൂടുള്ള ഇഡ്ലി. ഇഡ്ലി. ഇഡ്ലി ഇഡ്ലി. എല്ലാരും വരൂ, വേഗം വാ. എല്ലാരും വേഗം വരാൻ. എന്തിനെല്ലാരും ഓടുന്നേ? വേഗം വാ, അങ്ങോട്ട് പെട്ടെന്നാവട്ടെ. ചേട്ടാ ഒരു മിനിറ്റ്. എന്തിനാ എല്ലാവരും ഏതോ ഒരു പെണ്ണ മരത്തിൽ തൂങ്ങി മരിച്ചു. തൂങ്ങി മരിച്ചോ? തൂങ്ങി മരിച്ചോ ആരോ അടിച്ച് കെട്ടി തൂക്കിയോന്ന് ആർക്കറിയാം? ഈ സ്ഥലത്തൊക്കെ ഇത് പതിവല്ലേ? ചേട്ടാ, ആരാ തൂങ്ങി മരിച്ചേ? ആരാന്ന് അറിയത്തില്ല, പക്ഷെ എവിടെയോ കണ്ടതുപോലെ ഉണ്ട്. അതേട്ടാ, പാവം ചെറിയൊരു പെണ്ണ, സ്കൂൾ ഡ്രസ് ഇട്ടോണ്ടായിരിക്കുന്നത്. സ്കൂൾ ഡ്രസ്സിലോ? അതെ, പുറത്ത് എവിടുത്തെ സ്കൂൾ ഡ്രസ് പോലെ ഉണ്ട്. ടൗണിലെ സ്കൂൾ ഡ്രസ്സോ? ടൗണിലെ സ്കൂൾ ഡ്രസ്സോ? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ആശയുണ്ടോ അവിടെ? ഏതാശ? 10ൽ പഠിക്കുന്ന ആശ. അവൾ ഇന്നലെ വൈകുന്നേരം പോയല്ലോ. ഹലോ ഹലോ ഹലോ, ഇന്നലെ തന്നെ പോയിരുന്നു എന്ന് വെച്ചാ ആശ മോളെ, ആശ ആശ മോളെ. മോളെ ആശേ, മോളെ ആശേ, നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് വെച്ച ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചത്, എന്നിട്ട് നിനക്ക് ഇതിനെ സംഭവിച്ചല്ല മോളെ. ചേട്ടാ, എന്റെ കുട്ടിയെ താഴേക്ക് ഇറക്കും ചേട്ടാ, എന്റെ മോളെ താഴേക്ക് ഇറക്കും ചേട്ടാ. മോളെ മോളെ, എന്റെ മോളെ ആശ മോളെ. ഞാൻ കാരണം മോളെ നിനക്കിത് സംഭവിച്ചു. നിന്റെ മരണത്തിന് ഞാൻ തന്നെ കാരണമായല്ലോ മോളെ. കാട്ടിലെ മൃഗം നാട്ടിലേക്ക് ഇറങ്ങിയ നാട് വിട്ട് ഓടുന്നതല്ല ബുദ്ധിശാലിത്തരം. ആ മൃഗത്തെ വേട്ടയാടി കൊല്ലേണ്ടതാണ്. അത് നമ്മൾ ആരും ചെയ്തില്ല. അതുകൊണ്ടാണ് എന്റെ മോൾക്ക് ഇത് സംഭവിച്ചത്. ആ കോട്ടി ഇതുപോലെ എത്ര കുട്ടികളെ നശിപ്പിച്ചിരിക്കുന്നത്. ആരെങ്കിലും അവരെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ആരും ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലെ ഓരോ കുട്ടികളെയും അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മോളെ ആശേ, ഇതൊന്ന് നോക്കു മോളെ. അച്ഛൻ നിനക്ക് വേണ്ടി പഠിക്കാൻ എത്ര കാശ ചേർത്ത് വെച്ചിരിക്കുന്നത് നോക്കിയ മോളെ. ഒന്ന് കണ്ണു തുറന്ന് നോക്കു മോളെ, കണ്ണു തുറന്ന് നോക്കു മോളെ. വേണ്ട, ഒന്നും വേണ്ട, നീ ഇല്ലാതെ എനിക്കിതൊന്നും വേണ്ട. കൊല്ല അവരെ, ആരെങ്കിലും ഒന്ന് കൊല്ല. മോളെ ആശേ, മോളെ അച്ഛനെ കാണാൻ ആഗ്രഹത്തോടെ വന്നതാണോ?
നീ ഒരു പ്രാവശ്യം ഒന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോളെ ഒരു പ്രാവശ്യമെങ്കിലും ഈ അച്ഛനത് കണ്ണു തുറന്ന് നോക്കുമ്പോളെ ഒരു പ്രാവശ്യമെങ്കിലും ഈ അച്ഛനത് കണ്ണു തുറന്ന് നോക്കുമ്പോളെ ഒരു പ്രാവശ്യമെങ്കിലും അങ്കിൾ ഇതിനാ ഞാൻ അപ്പോഴേ പറഞ്ഞത്. ചേട്ടാ എന്നെ വിടാനാ പറഞ്ഞത്. അവനെ വിട്. അവനെ ഞാൻ അവനെ എന്തിനാ നിർത്തുന്നേ? ഞാൻ തന്നെ അവനെ പോയി കൊല്ലും. ഇവനുള്ള ധൈര്യം ഇവിടെ ഒരുത്തനും ഇല്ല. വാടാ നമുക്ക് പോവാ. ഇവനും ഞാനും ചത്താലും സാരല്ല. വാടാ. ഷാമി എന്താടാ? ചേരിയിലുള്ള ജനങ്ങൾ മുഴുവൻ ഇങ്ങോട്ടാണ് വരുന്നത് ഷാമി. അക്കൂട്ടത്തിൽ ആ പെണ്ണും ഉണ്ട്. അവളാണെന്ന് തോന്നുന്നു അവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്. ഇനി നമ്മൾ ഇവിടെ നിൽക്കണ്ട. ഇവിടെ നിന്നാ അത് പിന്നെ നമ്മുടെ ജീവന് തന്നെ ആപത്താവും. ആരൊക്കെയാടാ വരുന്നേ? ഇത് എന്റെ കോട്ടയാ. എന്നെ എതിർക്കാനുള്ള ധൈര്യം ആർക്കാണ് ഉണ്ടായത്? 20 വർഷങ്ങളായി എന്റെ ആഗ്രഹങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ തീർത്തിട്ടുണ്ട്. 100 കൊല ചെയ്തിട്ടുണ്ട്. ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ അവർക്ക് ഇപ്പൊ ധൈര്യം ഉണ്ടായത്? ഷാമി, അവർക്കിപ്പോ ധൈര്യം മാത്രമല്ല, അതിനും അപ്പുറത്തും എന്തൊക്കെയോ ആവേശം. എന്താ പറഞ്ഞത്? പറഞ്ഞാ മനസ്സിലാക്കും ഷാമി. വേണമെങ്കിൽ നിങ്ങളെ കാല് പിടിച്ച് പറയാം. വാ ഷാമി, നമുക്ക് പോവാം. ഷാമി അങ്ങനെ പറയരുത്. ഷാമി അന്നേ ഷാമി. എടാ ഒന്ന് പിടിക്കടാ. പറയുന്നത് കേക്ക് ഷാമി. പതുക്കെ എടാ പിടിക്കടാ. വന്നേ സാമി, ദേഷ്യപ്പെടാതെ സാമി. വന്നേ, വിളിച്ചോണ്ട് വാടാ സാമി. വന്നേ സാമി, വരണടാ. സാമി കാല് പിടിക്കടാ. നീ ചെയ്ത തെറ്റിനല്ല, നിന്നെക്കാളും കൂടുതൽ തെറ്റ് ചെയ്ത എനിക്ക് നിന്നെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ട്. അതിനേക്കാൾ വെറി ആ ജനങ്ങൾക്ക് കാണില്ലേ? കിഷോർ, ജനങ്ങളുടെ ആവേശത്തിന് ആയുസ് കുറവാ. ഒരു 2 ആഴ്ച നീ എന്റെ കസ്റ്റഡിയിലിരിക്കെ. നിന്നെ കണ്ടില്ലെങ്കിൽ അവർ ആവേശം അങ്ങ് കുറയും. അതിനുശേഷം നീ നിന്റെ പകരം വീട്ടിൽ തുടങ്ങിക്കോ. എടാ പ്രതാപേ, സാർ,
കോട്ടിയെ ഒരു പെറ്റി കേസിൽ അറസ്റ്റ് ചെയ്ത് നാളെ തന്നെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം. ലോയറെ വെച്ച് നാളെ തന്നെ ബെയിലിനുള്ള ഏർപ്പാട് ചെയ്യും. ഇപ്പൊ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം തന്റെ അക്കൗണ്ടിലെത്തി. എന്റെ പാപങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞാൽ പാപങ്ങളെല്ലാം പുണ്യമാവില്ലേ? ഒരുത്തൻ മാംസത്തിന് വേണ്ടി വേട്ടയാടുമ്പോ മറ്റൊരുത്തൻ ആഗ്രഹം കൊണ്ട് വളർത്തുന്നു. പക്ഷെ ആഗ്രഹമുണ്ടായാൽ കഴിച്ചല്ലേ മതിയാവൂ. പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ രീതി. എനിക്ക് വേട്ടയാടാനാ ഇഷ്ടം. വേട്ടയാടി എല്ലാവരെയും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഒരു പെണ്ണിന്റെ മാനം പോകുമെന്നുള്ള ഭയം അവളുടെ കണ്ണിൽ കണ്ടുകൊണ്ട് ലഭിക്കുന്ന ആ സുഖം ഭാര്യയുടെ അടുത്തോ വെപ്പാട്ടിയുടെ അടുത്തൊന്നും കിട്ടില്ലടാ. പാപമോ? അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹം തന്ന ദൈവമാണതിന് കാരണക്കാരൻ, അല്ലാതെ എന്റെ തെറ്റല്ല. എന്ത് കരുതി അറസ്റ്റ് ആയതുകൊണ്ട് ഞാൻ മോശക്കാരനായിരുന്നു? നീ പാപത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും പറയുന്നു. 20 വർഷമായി ഈ ഏരിയ ഭരിച്ചവനാ ഞാൻ. അന്നൊന്നും ഒരുത്തിന്റെയും വിരലനങ്ങിയിട്ടില്ല. ആ എന്നെയാണ് ഇപ്പൊ എതിർക്കാൻ വരുന്നേ. എനിക്കെതിരായി നിൽക്കുന്ന ഓരോരുത്തരുടെയും തല താഴെ വീഴണം. അപ്പോ വന്ന് സറണ്ടർ ആവാം. നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യ്. വാടാ. ഇരിക്കേ സ്വാമി, ഇരിക്കേ. കോട്ടി ഇവിടെ നോക്ക്. സിംഹം ഒരു അടി പിറകെ വെക്കുന്നുണ്ടെങ്കിൽ അത് പേടികൊണ്ടല്ല, വ്യൂഹം ഉണ്ടാക്കാനാ. നീ ഒരു ദിവസം ഇവിടെ സ്റ്റേഷനിൽ നിൽക്ക്. ജനങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഈ ഏരിയ വിട്ട് കോടി പോയത് കൊണ്ട് എല്ലാരും സന്തോഷിച്ചിരിക്കുമ്പോ നീ മാത്രം എന്താണ് ഇത്ര വിഷമിച്ച് കിടക്കുന്നേ? അത്ര പെട്ടെന്ന് ഈ സ്ഥലത്ത് നിന്ന് പോകുമോ? പോകില്ല. ഓടി ഒളിക്കാൻ അവനൊന്നും പേടിത്തൊണ്ടനല്ല. ഹീസ് എ സൈക്കോ. ഇത്രയും വർഷം ഒരു തടസ്സവും കൂടാതെ ഈ ചേരിക ആളുകയായിരുന്നവൻ. അവൻ അത്രയും പെട്ടെന്ന് ഇവിടെ നോടൂ. നായിന്റെ മക്കളെ, ആ പെണ്ണ് മരിച്ചാൽ നിനക്കൊക്കെ എന്താണ് അസുഖം? എല്ലാരും മര്യാദയ്ക്ക് ഇരിക്കണം. നോക്ക്, റൗഡികളെല്ലാം ഒന്നു ചേർന്നിരിക്കുക. ഇനി നീയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ വന്ന് കത്തി പള്ളക്കി കയറ്റും. അവന്മാരെ പറ്റി ഓർക്കുമ്പോ വൈറ്റിനത്തി കടമുടും സൗണ്ട് കേൾക്കുവാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പറഞ്ഞ കേക്കില്ലല്ലോ, ഒരാളും കേട്ടില്ല. പോയവൻ വെറുതെ ഇരിക്കത്തില്ല. നമ്മളോടൊക്കെ പകരം വിട്ടുവന്ന് നിന്നോടൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ. ഇപ്പൊ അനുഭവിച്ചോ? നമ്മൾ മനുഷ്യരല്ലേ, ധൈര്യവും കോപവും ഒന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കും? നോക്ക്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിന്റെ വാക്ക് കേട്ടാ ഇപ്പൊ ഞങ്ങൾ ഈ സ്ഥിതിയിലായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആപത്തിൽ ഞങ്ങളെ കൊണ്ടുപോയി വിടല്ലേ. ദേ നോക്ക്, ക്ഷമിക്കണം, സമാധാനം ഇരിക്കണം എന്ന് എല്ലാരും പറയാറുണ്ട്. ധൈര്യത്തോടെ പൊരുതാണെന്ന് ചിലരെ പറയാറുള്ളൂ. കോടിയിൽ ഒരാൾ മാത്രമേ ഈ പെണ്ണിനെ പോലെ ധൈര്യത്തോടെ പൊരുതാൻ തയ്യാറാവൂ. അങ്ങനെ പൊരുതാൻ നമ്മളെ പഠിപ്പിച്ച ഈ കുട്ടിയെ തന്നെ കുറ്റം പറയുന്നത് തെറ്റാ. എന്തോന്നാ ഈ പറയുന്നത്? നാളെ തന്നെ കോടിക്ക് ബെയില് കിട്ടി. ഇവിടേക്ക് തിരിച്ചു വന്ന് ചെയ്യാൻ പോകുന്ന കാര്യത്തിനൊക്കെ ആര് ഉത്തരവാദി? സ്വന്തം ഗ്രാമമൊക്കെ വിട്ട് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടോന്ന് വിചാരിച്ചാ മൊത്തത്തിൽ എല്ലാം നശിച്ചു പോയല്ലോ. അതിനെല്ലാം കാരണക്കാരി ഇവൾ ഒറ്റ ഒരുത്തിയാ. ശരിയാണ്, ഇവിടെ കോട്ടി മാത്രമാണ് എതിരാളി. പക്ഷേ നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ തന്നെ എതിരാളികളാ. നമ്മുടെ കുട്ടികളെ നശിപ്പിച്ചാലും പ്രശ്നമില്ല, നമ്മുടെ ഭാര്യമാരെ പീഡിപ്പിച്ചാലും പ്രശ്നമില്ല, നമ്മുടെ മാനൊക്കെ പോയാലും നമുക്ക് പ്രശ്നമില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മളിവിടെ ജീവിച്ചാലേ പറ്റൂ. അതുകൊണ്ട് ആ കോട്ടിയുടെ അടുത്തേക്ക് പോയി അവന്റെ കയ്യും കാലും പിടിച്ച് നമുക്ക് മാപ്പ് പറഞ്ഞു ഇവിടെ തന്നെ ജീവിക്കാം. മാനം കെട്ടവരായി ജീവച്ചവമായി തന്നെ ജീവിക്കാം. അയാള് പറയുന്നതിലും കാര്യമുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് നോക്കാവല്ലോ. ശരി, ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നോക്ക്, ഞാനിത് എനിക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. തെറ്റോ ശരിയോ, അറിഞ്ഞോ അറിയാതെയോ, ആ കോട്ടിയെ നമ്മൾ എതിർത്തു. ഇപ്പൊ അയാളുടെ അടുത്ത് പോയി നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് കാലി വീണ് നോക്കാം. അയാൾ കോട്ടയിൽ നിന്നും വെളിയിലോട്ട് കാല് വെക്കുന്നതിന് മുൻപ് അയാളുടെ ദേഷ്യം കുറച്ചെങ്കിലും കുറയ്ക്കണം. എല്ലാവരും അവിടേക്ക് ചെന്ന് അയാളുടെ കാലി പോയി വീഴാം. എന്താ, ശരിയല്ലേ? എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ രാത്രി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അയാള് കോടതിയിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഉടനെ തന്നെ അങ്ങുന്നേ ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയണം. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നഗരപ്രാന്തത്തിൽ നടന്ന അടിപിടി കേസുമായിട്ട് ഇവിടേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന കോടി എന്ന ഈ കോടീശ്വർ റാവുവിന് ഈ കേസിൽ ബെയിൽ അനുവദിച്ചിരിക്കുകയാണ്.
നമുക്ക് നമ്മുടെ ഏരിയയിലേക്ക് പോവാം. അവിടെ ഇനി ഒരു നായയും ജീവനോടെ ഉണ്ടാവരുത്. അതിന്റെ ആവശ്യമേ ഇല്ല. ആ ചേരി തന്നെ നിന്റെ അടുത്ത് എത്തിരിക്കുക. അവിടെ നോക്ക്. എന്താടി ഈ കാണുന്ന ജനമെല്ലാം എന്റെ കാല് പിടിക്കാൻ വന്നിരിക്കുമ്പോ നീ കത്തിയും കൊണ്ടുവന്നിരിക്കും. കുലരക്ഷയരുളും ഉഗ്രചടുല ഭാവം മാനം മധുവാനത്തിന് മേലെ മനസ്സിൽ വേണം. ഭയമില്ല ഭൂദേവി പ്രകമ്പനം കൊള്ളൂ. ഭുവനേശ്വരി ശിവശങ്കര രുധിരക്കനലാടു. ശാലീനത വേണ്ട ചുടുചടുല നടനമാടു. കീചകവധ ശോഭിത കഥ ആസുര ഭയമാക്കൂർത്തത. കോപതപസ്സാടി വരൂ, ബലം നേടി വരൂ. ശാസുരമർദ്ദിനിയായി ഭദ്രകാളിനി ബാബ. കണ്ണിൽ അഗ്നിയായി തിരതല്ലും സ്ത്രീ ശക്തി. ഇതാണ് സുരസംഹാരം, വീണ്ടും അസുരസംഹാരം. ഇതാണ് സുരസംഹാരം. പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. മനസ്സിലാക്കിക്കോ. ആരാണെന്ന് അറിയാലോ നിനക്ക്. കേൾക്ക്, ഒന്നിനെ വെറുതെ വിടില്ല. ഇതാണ് സുരസംഹാരം. ഇതാണ് സുരസംഹാരം. അമ്മേന്ന് പറഞ്ഞ നിനക്ക് നാണമില്ലടാ. പെണ്ണുങ്ങൾ നീ എന്താ വിചാരിച്ചത്? കൊല്ലവന് കൊല്ലവന് വെറുതെ
തൊടരുത്. കൊല്ലവനെ. അവനെ വെറുതെ വിടരുത്. കൊല്ലവനെ. അവനെ വിടരുത്. നേരിട്ട് കണ്ടുള്ള സാക്ഷികൾ പ്രകാരം മരിച്ചുപോയ അരിസുമല്ലു കോടീശ്വർ റാവു അലിയാസ് കോടി, പ്രായം 44, മുരുകപ്പ വയസ്സ് 47, അഡ്രസ് ഗാന്ധിനഗറിന് പിന്നിലുള്ള ചേരി. ഇന്ന് അതായത് 20/7/2001 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മരിച്ചുപോയ വ്യക്തി ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി കോടതിയിലേക്ക് എത്തിയിരുന്നു. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നം കാരണം കോടതി വളപ്പിൽ തന്നെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കോടി വളരെ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സാറേ, ഇതാ ചേരിയിലെ പെണ്ണുങ്ങൾ ചെയ്ത കൊലപാതകല്ലേ സാറേ? മിണ്ടാതെ, ഞാൻ പറഞ്ഞങ്ങ് എഴുത്. നമ്മളെ ആക്രമിക്കാൻ വരുന്ന മൃഗത്തെ വേട്ടയാടി നമ്മുടെ വിശപ്പടക്കിയാൽ അതിന്റെ പേരാണ് ധൈര്യം. എല്ലാം കണ്ട് മൗനമായിരിക്കുന്നതിന്റെ പേര് അഹിംസയെന്നല്ല. ഏയ്, എപ്പോഴാ വന്ന? 3 മാസം ലീവ് എടുത്ത് എവിടെയാ പോയാ? നാട്ടിൽ പോയിരുന്നു. പഴയ കണക്ക് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തിട്ട് വരിക.